Namaste. I would like to greet all learners and BPAS 184. This course BPAS 184 Logistic Management. Okay, so this is a continuation of earlier sessions. I am Unni Krishnan. Everything is mentioned here. So today we'll be taking BPAS 184 Logistic Management and Unit 7 and 8. 2 units we are going to take. Okay, so first we are going to take Unit 7, Transportation, Warehousing and Storage. Okay, അതിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഏതെല്ലാം മെത്തേഡാണ്, മോഡ്സ് ഏതെല്ലാം വിധത്തിലാണ് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണെന്ന്, ട്രാൻസ്പോർട്ടേഷൻ്റെ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ ഓവർവ്യൂ, വെയർഹൗസിങ് എന്താണ്, സ്റ്റോറേജ് എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർഹൗസിങ്, ഇതിലെ ഉള്ളടക്കം, അതിലെ മെയിൻ പോയിന്റ്സ് ആണത്. ഓക്കെ, സബ് ടോപ്പിക്. അടുത്ത് ഇതിൻ്റെ യൂണിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ആഫ്റ്റർ റീഡിങ് ദിസ് യൂണിറ്റ്, അതായത് 7, യൂണിറ്റ് 7, you should be able to discuss the various modes of transportation that play a key role to logistic management. ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതിൻ്റെ അതിൻ്റെ റോള്, ട്രാൻസ്പോർട്ടേഷൻ്റെ റോള് വളരെ വളരെ ഗൗരവമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, പച്ചക്കറി ആയിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, എല്ലാം ഈ ട്രക്കിലും മറ്റേ റെയിൽവേയിലും ഇതൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇതില്ല എന്നുണ്ടെങ്കിൽ സ്ഥലത്തിന് അപ്പോൾ വില കൂടും, ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രൊവൈഡ് എൻ ഓവർവ്യൂ ട്രാൻസ്പോർട്ടേഷൻ, ഏതെല്ലാം വിധത്തിൽ ട്രാൻസ്പോർട്ടേഷൻ, അതിനെ പറ്റിയിട്ട് എക്സാമിൻ ദ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് വെയർ ഹൗസിങ് ആൻഡ് സ്റ്റോറേജ്. ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ്, എവിടെ വേണം ഈ വെയർ ഹൗസിങ്, എവിടെ വേണം സ്റ്റോർ. വെയർ ഹൗസിങ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് റൂറൽ ഏരിയ കൊണ്ട് സെറ്റപ്പ് ചെയ്യരുത്. അത് റെയിൽവേയുടെ സ്റ്റേഷൻ്റെ അടുത്തോ യാർഡിൻ്റെ അടുത്തോ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ലോഡ് ചെയ്യണ്ടേ, ദെൻ അൺലോഡിങ്ങും വേണ്ടേ. ദെൻ ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് യൂസ്ഡ്. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ് കയ്യിൽ വെക്കണം അതിനെ. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ. അതായത് യൂണിറ്റ് 7ന്റെ ഇൻട്രൊഡക്ഷൻ. അത് ഇൻ ദി ഡൊമൈൻ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ലിങ്ക് മാനുഫാക്ചറേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. എല്ലാം ഒന്നിച്ചു വാങ്ങുന്നവരാണ് ഹോൾസെയിലേഴ്സ്, സാധാരണ കടകളിൽ വിൽക്കുന്നവരാണ് റീറ്റെയിലേഴ്സ്. ഇൻടു മാർക്കറ്റിംഗ് ചാനൽസ്, മേക്കിംഗ് പ്രൊഡക്റ്റ് അവൈലബിൾ. രണ്ടുപേരുടെ എങ്ങനെ വാങ്ങിയാലും ശരി, ആളുകൾക്ക് സാധനം സമയത്തിന് കിട്ടണം ആണ്. അപ്പൊ അത് ഈ ട്രാൻസ്പോർട്ട് മുഖാന്തരമല്ലേ ഇതൊക്കെല്ലാം കിട്ടുന്നത്. അല്ലെങ്കിൽ പല പ്ലാന്റും ഓപ്പറേഷനും ഒക്കെ നിർത്തേണ്ടി വരും റോ മെറ്റീരിയൽ കിട്ടിയിട്ടില്ലെങ്കിൽ. ദ മേജർ ലോജിസ്റ്റിക് ഫംഗ്ഷൻ ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ വിച്ച് certain decisions about the movement of goods. അത് നമ്മൾ ഏത് വിധത്തിൽ അത് വരുന്നുണ്ട്. അപ്പൊ പറയാം, ഏതെല്ലാം വിധത്തിലാണ് സാധനങ്ങൾ അയക്കേണ്ടത്, അതിന്റെ ഡിസിഷൻ നമ്മളാണ് എടുക്കേണ്ടത്. ആൻഡ് സർവീസസ് ആർ മെയ്ഡ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗൻ. എപ്പോഴും ട്രാൻസ്പോർട്ട്, അതായത് നമ്മളെ ചെറുതായ ചെറിയ ഒരു സാധനം അയക്കുന്നതിന്, നമ്മളൊരു കൊറിയർ അയക്കാൻ ശരി, അതിന് റെയിൽവേ ബുക്ക് ചെയ്യാൻ പറ്റുമോ? നേരെ മറിച്ച് ചെറിയ ഫാസ്റ്റ് എത്തുന്ന അധികം ലൈറ്റ് ആയിട്ടുള്ള പ്ലെയിനിൽ അയക്കാം, പക്ഷെ അത് കോസ്റ്റ്ലിയാണ്, ഓർക്കണം. അപ്പൊ ഏതാണ്, വെള്ളത്തിൽ വേണോ കരയിൽ വേണോ റെയിൽവേ എന്താണ് വേണ്ടത് വെച്ചാൽ തീരുമാനിക്കണം. പക്ഷെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് വേണം. ട്രാൻസ്പോർട്ടേഷൻ ഫംഗ്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് അഫക്ട് ദ ഡെലിവറി പെർഫോമൻസ്. വണ്ടിയിലാണെന്ന് വെച്ചാൽ എത്ര ദിവസം പിടിക്കും, ഷിപ്പിലാണെന്ന് വെച്ചാൽ അതിന്റെ ഡബിൾ എടുക്കും, പ്ലെയിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എത്തും. പക്ഷെ ഇതിന്റെയൊക്കെ പൈസ ഓരോന്നിനും വ്യത്യാസമുണ്ട്. സോ ഇറ്റ് അഫക്ട് ദ ഡെലിവറി പെർഫോമൻസ്. അല്ലേ, ഡെലിവറി പെർഫോമൻസും ഉണ്ട്, കാരണം ഡിലേ ആവും ഷിപ്പിലൊക്കെ. പക്ഷെ ചില ഷിപ്പിൽ ചില സാധനങ്ങൾ ഷിപ്പിൽ അയക്കാൻ പറ്റൂ. സോ പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദ അറൈവ്ഡ് ഗൂഡ്സ്. പിന്നെ സാധനങ്ങൾ വന്നതിന്റെ കണ്ടീഷൻ എന്തും കൂടി നോക്കണ്ടേ. വിച്ച് അൾട്ടിമേറ്റ്ലി ഡിറ്റർമിൻ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ്. അപ്പൊ എന്താണ് അവസാനം, നമ്മൾ ആരത് വാങ്ങുന്ന അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. നല്ല സാധനം നമുക്ക് ടൈമിന് കിട്ടി, ഒരു കേടും കൂടാതെ കിട്ടി എന്ന് പറയണ്ടേ. There are 5 different transportation modes that can be adopted by an organization in the delivery of their products to the dealers, warehouses and customers. അതായത് 5 ഡിഫറെന്റ് ട്രാൻസ്പോർട്ടേഷൻ.
എന്താണ് 5 ട്രാൻസ്പോർട്ടേഷൻ? കേട്ടോളൂ. റോഡ്. നമ്മുടെ ഇന്ത്യയില് റോഡിൽ കൂടെ ട്രക്ക് കാണാമല്ലോ, ലക്ഷക്കണക്കിനാണ് നമ്മുടെ ത്രൂ ഔട്ട് ഇന്ത്യയിൽ, അല്ലേ? 67% ഓഫ് ദ ടോട്ടൽ ഫ്രൈറ്റ് ട്രാഫിക് ഈസ് ത്രൂ ട്രക്സ്. നമ്മുടെ 67% ഇന്ത്യയില് സാധനങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യുന്നത് ഫ്രൈറ്റ്, അതായത് ത്രൂ ട്രക്സ്. അപ്പോ ഇതിലൊരു ചെറിയ ബാക്കി നിങ്ങൾ സിമ്പിളാണ് ചിലത് വായിക്കുക, പക്ഷെ ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഈ ട്രക്ക് ഇങ്ങനെ ഓടുന്നുണ്ട്, അതൊക്കെ വാസം തന്നെ, സാധനങ്ങൾ ടൈമിൽ എത്തുന്നുണ്ട്, അതൊക്കെ വാസം തന്നെ. പക്ഷേ എക്കോളജിക്കലി പ്രിഫറബിൾ സൊല്യൂഷൻ നമ്മൾ ഉണ്ട്. എക്കോളജിക്കലി ചില സമയത്ത് ഇതിന്റെ പൊല്യൂഷൻ ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സിറ്റിയിൽ നിന്ന് ദൂരെ ആയിരിക്കണം ഇതൊക്കെ ട്രക്ക് നിർത്തുന്നതും മറ്റേതൊക്കെ, അല്ലെങ്കിൽ സിറ്റിയിൽ പോപ്പുലേഷൻ കൂടുതലാണ്. പിന്നെ റെയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 26% ഓഫ് ടോട്ടൽ കാർഗോ, അതായത് ബൾക്ക് പ്രൊഡക്റ്റ്, അതേമാതിരി ഡിസ്റ്റൻസ് ലൊക്കേഷനിലെ ഇപ്പൊ നിങ്ങൾക്ക് കോൾ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, മറ്റേ അഗ്രികൾച്ചറൽ ഇതായിക്കോട്ടെ, മിനറൽ ആയിക്കോട്ടെ, പിന്നെ ഫോറസ്റ്റ് ഐറ്റംസ് ആയിക്കോട്ടെ, പിന്നെ ഇതെല്ലാം നമ്മൾ ട്രെയിനിൽ കൂടെയാണ് അയക്കുന്നത്. മനസ്സിലായില്ലേ? ഈ വലിയ വലിയ ഖനം കൂടിയതും പല പറഞ്ഞില്ലേ, കോള്, അതേമാതിരി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, ഫോറസ്റ്റ് പ്രൊഡക്ട്സ് കോസ്റ്റ് എഫക്റ്റീവ് ആവണം. പിന്നെ ഇതിന്റെ സ്പീഡ് ഇപ്പൊ നോൺ സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇത് ഗൂഡ്സിന്റെ. അധികം ലേറ്റ് ആവില്ല. പണ്ടൊക്കെ അവിടെ കിടക്കും ഒരു സൈഡിൽ, പാസഞ്ചർ ട്രെയിൻ പോയതിന് ശേഷമാണ് അത് പോകും. ഇപ്പൊ അങ്ങനെയല്ല, വളരെ ഫാസ്റ്റിൽ പോകുന്ന വണ്ടികളുണ്ട്. അടുത്തത് എയർ. 1% മാത്രം ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എയറിൽ നമ്മൾ എന്താ കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോവാം. അർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പട്ടാളക്കാർക്കോ, അതല്ലെങ്കിൽ കൊറിയർ സർവീസോ, അതേമാതിരിയുള്ള സാധനങ്ങളൊക്കെ അല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. കൂടുതൽ സാധനം കൊണ്ടുപോകാൻ പറ്റില്ലോ. അപ്പൊ 1% ഓഫ് ദ ടോട്ടൽ കാർഗോ. പിന്നെ കോസ്റ്റ് വെരി ഹൈ. പിന്നെ ലീസ്റ്റ് പോപ്പുലർ. ആരെങ്കിലും സാധനങ്ങൾ അയക്കാൻ പ്ലെയിൻ ഉപയോഗിക്കൂ? അതായത് സാധാരണ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പച്ചക്കറി അയക്കാനായിട്ട് ഉപയോഗിക്കും. പച്ചക്കറി അയക്കുന്ന ഇതുണ്ട് നേവിയുടെ, എയർഫോഴ്സിന്റെ ഒക്കെ കേട്ടോ, അതൊക്കെ പട്ടാളക്കാർക്ക്, അത് വേറെ. അല്ലാണ്ട് നിങ്ങളിപ്പോ എന്തെങ്കിലും ഇവിടുന്ന് കോഴിമുട്ടയെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തമിഴ്നാട്ടിലേക്ക് അയക്കാനോ ആന്ധ്രാപ്രദേശിൽ അയക്കാനോ പ്ലെയിൻ ഉപയോഗിക്കുമോ? അപ്പോ ലീസ്റ്റ് ഒരു പോപ്പുലർ ആണ് ഇത്, അത് മറക്കരുത്. അപ്പോ ട്രാൻസ്പോർട്ട് ആൻഡ് ഓവർ. പിന്നെ ഇന്റർ മോഡൽ. അപ്പൊ പിന്നെ സോറി, അതിന് കഴിഞ്ഞിട്ട് ഷിപ്പിംഗ്. എയർ കഴിഞ്ഞിട്ട് ഷിപ്പിംഗ്. അറിയാലോ, ഷിപ്പിംഗ് എപ്പോഴും ഓൾഡസ്റ്റ് മോഡാണ്. പണ്ട് കാലത്തെ അറിയാലോ, പണ്ട് വാസ്കോ ഡി ഗാമ, കൊളംബോ, ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ടില്ലേ? അന്ന് മുതലൊക്കെ ഉണ്ട് ഓൾഡസ്റ്റ് മോഡൽ. ഇന്റർനാഷണൽ ട്രേഡ് ഷിപ്പ് കൂടെയാണ് പകുതി. പിന്നെ ടൈം കൺസ്യൂമിംഗ് ആണ് ഷിപ്പ്. മനസ്സിലായേ? ടൈം കൺസ്യൂമിങ്. സാധാരണ ഒരു പോർട്ടിലെത്തും, അത് കഴിഞ്ഞ് മറ്റേ പോർട്ടിലെത്തും, അത് കഴിഞ്ഞ് അല്ലാണ്ട് നേരിട്ടാണ് പോയില്ല അങ്ങോട്ട് അമേരിക്കയ്ക്കോ സാൻ ഫ്രാൻസിസ്കോ ഒന്നും പോയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഓരോരോ പോർട്ട് അങ്ങനെ ടച്ച് ചെയ്തിട്ടല്ലേ പോകും. അപ്പൊ അതനുസരിച്ച് സാധനങ്ങൾ കൊണ്ടുപോകും. ഓൾഡസ്റ്റ് മോഡലാണ്. അപ്പൊ ഈ കാർഗോ ഇതിൽ ഷിപ്പിങ്ങിൽ പോകുന്നത് എന്തൊക്കെയാണ്? ഗ്രെയിൻ, കോൾ, അയറൺ ഓർ, പെട്രോളിയം പ്രൊഡക്ട്സ്. ഓക്കെ, then വേറെ യെസ്, ഓക്കെ, മൈൻഡ് പ്രൊഡക്ട്സ്, മൈൻ പ്രൊഡക്ട്സ്, ഇതൊക്കെ ഷിപ്പിൽ പോകുന്നതാണ്. അടുത്തത് പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ അറിയാലോ, നമ്മുടെ ഓയിൽ 2/3 ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ്, നാച്ചുറൽ ഗ്യാസ്, കെമിക്കൽസ് ത്രൂ പൈപ്പ് ലൈനാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ അടുത്തത് ഇന്റർ മോഡൽ എന്നത്. ഇന്റർ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഗുഡ്സ് ടുഗദർ ടു കോമ്പിനേഷൻ വിത്ത് ദി അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. കൺസ്യൂമർ ഗുഡ്സ് ആർ ഓഫൺ ഷിപ്പ്ഡ്. ഷിപ്പിന്ന് വരുന്നു, അവിടെ നിന്ന് ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് പോകുന്നു, അതിന്ന് റെയിൽവേയിലേക്ക് വരുന്നു. അങ്ങനെ പല മോഡ്. അതായത് നമ്മുടെ ഷിപ്പ് വരുന്നു കണ്ടെയ്നറിൽ, അത് കഴിഞ്ഞ് നമ്മൾ ട്രക്കിൽ കൊണ്ടുവരുന്നു കണ്ടെയ്നർ. ചിലപ്പോൾ അതിന്ന് നമ്മൾ ഷിപ്പ് റെയിൽവേയിൽ ഇടുന്നു. അപ്പോൾ 2-3 വിധത്തിലുള്ള അതാണ് ഇന്റർമോഡൽ. സോ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓവർവ്യൂ. ഇന്ത്യ ഹാസ് എ ലാർജ് ആൻഡ് ഡൈവേഴ്സ് ട്രാൻസ്പോർട്ട് സെക്ടർ. ഇന്ത്യക്ക് അറിയാലോ, നല്ല റോഡുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വളരെ നല്ലതാണ്.
നാഷണൽ ഹൈവേസ് ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ഫോർ മെനി ഇയേഴ്സ് ആസ് ബീയിങ് വൺ ഓഫ് ദ മോസ്റ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റിയാണ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മെറ്റീരിയൽ, സാധനങ്ങൾ വിൽക്കാനൊക്കെ പണ്ട് കുണ്ടും കുഴിയും ഒക്കെ അല്ലേ. ഇപ്പൊ നാഷണൽ ഹൈവേസ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് എക്സ്പ്രസ് ഹൈവേസ് ഉണ്ട്. ആൻഡ് പ്രൊഡക്റ്റ് കമ്പനി ഫേസ് ഡിഫറെന്റ് ട്രേഡ് ഓഫ് വാൻ ചൂസിങ്. അപ്പോൾ ആ കമ്പനി തീരുമാനിക്കും എങ്ങനെ അയക്കണം, ട്രെയിനിൽ അയക്കണോ, ഷിപ്പിൽ അയക്കണോ. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ചെയ്ത് ഭയങ്കര ഹെവി ലോഡൊക്കെ ചിലപ്പോൾ ഷിപ്പിൽ പോകും. ദ ചോയ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ കസ്റ്റമർ. പിന്നെ ചിലവർ ആവശ്യപ്പെടും നിങ്ങൾ ഇങ്ങനെ അയച്ചാൽ മതി, അല്ലെങ്കിൽ പ്ലെയിനിൽ അയക്കൂ. അല്ല, കാരണം ഇതിന്റെ കോസ്റ്റ് കസ്റ്റമർ കൊടുക്കണ്ടേ. അല്ലെങ്കിൽ ഷിപ്പിൽ അയച്ചാൽ മതി. ഷിപ്പിൽ ടൈം കൺസ്യൂം ആണേ, മറക്കരുത്. പിന്നെ സ്പീഡ്, അപ്പോൾ കോസ്റ്റ്, ഫ്രീക്വൻസി, ഡെലിവറി, ഫ്ലെക്സിബിലിറ്റി ടു റെസ്പോണ്ട് ടു, ഇതെല്ലാം കസ്റ്റമറുടെ ആവശ്യപ്രകാരം മാർക്കറ്റ് കണ്ടീഷൻ നോക്കണം. അതനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുക. പിന്നെ ട്രാൻസ്പോർട്ട് ട്രാൻസാക്ഷൻസ് ആർ ഓഫൺ ഇൻഫ്ലുവൻസ്ഡ് ബൈ 5 പാർട്ടി. ദ ഷിപ്പർ. ട്രാൻസ്പോർട്ട് ട്രാൻസാക്ഷൻ പറഞ്ഞാൽ ആദ്യം ഇത് കൊടുക്കുന്ന ആള്, വായിക്കുന്ന ആള്. കൺസൈനി, ആരാണ് ഇത് റിസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അയക്കുന്നത്, കരിയർ. പിന്നെ ദ ഗവൺമെന്റ് ആൻഡ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ്. ഗവൺമെന്റിന്റെ ഇതുണ്ട്, അതായത് റെയിൽവേ. ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ടും ഉണ്ട്, അതായത് ഇപ്പൊ നമ്മുടെ ട്രക്കോ മറ്റേതൊക്കെ ഉണ്ട്. ബൈ കമ്പൈനിങ് ദ കേപ്പബിലിറ്റീസ് ഓഫ് മോഡ്സ്, ഗവൺമെന്റ് ട്രാൻസ്പോർട്ടേഷൻ റെഗുലേഷൻ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് into 2 categories. എക്കണോമിക് റെഗുലേഷൻസ് ആൻഡ് സേഫ്റ്റി. ഗവൺമെന്റിന്റെ റെയിൽവേയുടെ ഒക്കെ വളരെ നല്ല സേഫ്റ്റി അല്ലേ. എക്കണോമിക് റെഗുലേഷൻ, പിന്നെ അതെല്ലാം എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ്, റെയിൽവേ ട്രിബ്യൂണൽസ് ഉണ്ട്, നമുക്ക് ക്ലെയിം ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ റെഗുലേഷൻ, വളരെ സേഫ്റ്റി. അതേമാതിരി എപ്പോഴും നമ്മൾ നോക്കും അതിൽ നമ്മൾ പൊല്യൂഷൻ തീരുന്നു. റെയിൽവേയുടെ അത്ര എല്ലാം മറ്റേ ഇലക്ട്രിക്കൽ എൻജിൻസ് ഒക്കെയാണ്. അപ്പൊ സോഷ്യൽ റെഗുലേഷൻസ് ഒക്കെ നമ്മുടെ ബാധകമാണ്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ നമ്മുടെ റെയിൽവേ നോക്കും. സോ ദ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് വെഹിക്കിൾ കാരിയർ that operate with 5 basic transportation models. Given a facility network and information capability, transportation is operational area of logistics. ഓരോരോ സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇൻവെന്ററി. അപ്പോ പൊസിഷൻ ഇൻവെന്ററി ബിക്കോസ് ഓഫ് ഇസ് ഫണ്ടമെന്റൽ ഇമ്പോർട്ടൻസ് ആൻഡ് വയബിൾ. അപ്പോ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകം കാശ്മീരിൽ നിന്ന് ആപ്പിൾ വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ, ഈ കേരളത്തിലെത്തുമ്പോൾ എന്തായാലും കോസ്റ്റ്. ഹിമാചൽ പ്രദേശിലെ 5 റുപ്യയുള്ള ഇത് നമ്മളിവിടെ 150 റുപ്യ വന്നു അല്ലേ. ചില സാധനങ്ങൾ അവിടെ 10 റുപ്യക്കോ അല്ലെങ്കിൽ 1 കിലോന് വിൽക്കുന്ന സാധനം ഇവിടെ എന്താണ് വില, കാരണം അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഇതിന്റെ. സോ ട്രാൻസ്പോർട്ടേഷൻ ഹാസ് റീച്ച്ഡ് കൺസിഡറബിൾ മാനേജറിയൽ അറ്റൻഷൻ ഓവർ ദി ഇയേഴ്സ്. ട്രാൻസ്പോർട്ടേഷൻ വളരെ 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 പ്രാധാന്യമാണ്. സോ കാരണം അത് ഓട്ടോമാറ്റിക് പ്രൈസ് എസ്കലേഷന്, അവിടെ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഇവിടെ നമുക്ക് പൈസയും കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ലേ. സോ ട്രാൻസ്പോർട്ടേഷൻ മാനേജേഴ്സ് ആർ ഫണ്ടമെന്റലി റെസ്പോൺസിബിൾ ഫോർ ഓപ്പറേഷൻ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ മാനേജർ ഉണ്ടല്ലോ, ഇതിന്റെ മാനേജർ ഓരോരുത്തർ. അപ്പൊ ഓപ്പറേഷൻ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം. ഫ്രൈറ്റ് കൺസോളിഡേറ്റ്, ഏതെല്ലാം നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യണം, റേറ്റ് നെഗോഷിയേറ്റ് ചെയ്യണം. പിന്നെ റെയിൽവേയുടെ ഒക്കെ ഫിക്സ്ഡ് ആണ് കേട്ടോ. അവിടെ നിങ്ങൾ റേറ്റ് നെഗോഷിയേഷൻ ഒന്നുമില്ല റെയിൽവേയില്. റെയിൽവേ ഈ കിലോമീറ്റർ ഇത്ര പേരിന് ഇത്ര, അവിടെ നിങ്ങൾ രണ്ടാമത് വായ വിളിക്കണ്ട. റെയിൽവേ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത്ര ഈ ഒരു ബോഗി വേഗൺ ഇതിലെ ഇത്ര വെയിറ്റ്, ഇത്ര കിലോ, അല്ലെങ്കിൽ ഇത്ര കിലോന് ഇത്ര ഡിസ്റ്റൻസിന് ഇത്ര റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ. പക്ഷെ മറ്റേ ട്രാൻസ്പോർട്ടിൽ പോകണം. പിന്നെ ഈവൻ പ്ലെയിനിൽ പോലും നെഗോഷിയേറ്റ് ചെയ്യണ്ട, കാരണം അത് വെയിറ്റ് അനുസരിച്ചിട്ടാണ്. പ്ലെയിൻ ഒക്കെ ഫിക്സഡ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പ്രൈവറ്റിൽ വേണം, പബ്ലിക് ട്രാൻസ്പോർട്ട് വേണം, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ റേറ്റ് നെഗോഷിയേഷൻ. നെക്സ്റ്റ് ഫ്രൈറ്റ് കൺട്രോൾ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓഡിറ്റിംഗ് വേണം. എന്താ ഓഡിറ്റിംഗ് ആൻഡ് ക്ലെയിം? സപ്പോസ് നിങ്ങളെ കൊടുത്ത സാധനങ്ങള് ഡിഫക്റ്റീവ് വെച്ചാൽ എന്ത് ചെയ്യും? ക്ലെയിം പുട്ടപ്പില്ല ഒരു കസ്റ്റമർ. ആ ക്ലെയിം നിങ്ങളുടെ തെറ്റാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യണത്, അല്ലെങ്കിൽ പിന്നെ കസ്റ്റമർ നിങ്ങളുടെ മേടിക്കില്ല. നിങ്ങൾ കൊടുത്ത മെറ്റീരിയല്, നിങ്ങളെ ഡെലിവറി ചെയ്ത മെറ്റീരിയല് അവിടെ ഡിഫക്റ്റീവ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ അതിനെ പറ്റിയുള്ള ക്ലെയിം ഒക്കെ നമ്മൾ പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. പിന്നെ ലോജിസ്റ്റിക്കൽ എല്ലാം കൂടി ഇന്റിഗ്രേഷൻ എല്ലാം കൂടി. സോ ട്രാൻസ്പോർട്ടേഷൻ റിക്വയർമെന്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ഇൻ 3 ways. പ്രൈവറ്റ് ഫ്ലീറ്റ് ട്രക്ക്, കോൺട്രാക്ട്. നോക്കൂ, ഞങ്ങൾ HMTയിലൊക്കെ നോക്കൂ, HMT, നമ്മുടെ ഫാക്ട്, ഇതിൻ്റെയൊക്കെ കോൺട്രാക്ടിന്റെ ട്രാൻസ്പോർട്ട് കമ്പനിയായിട്ട് അവരാണ് ഇതെല്ലാം സാധനങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ പെട്രോളിയം, BPCL,
ഇന്ത്യൻ ഓയിൽ ഇവര് ട്രാൻസ്പോർട്ട്സ് ഇതായിട്ട് ഇതാണ് കോൺട്രാക്ടറാണ്, 1 കൊല്ലത്തിന് 2 കൊല്ലത്തിന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ അവർക്ക് മാത്രമേ ലിഫ്റ്റ് ചെയ്യാൻ ലൈസൻസ് ഉണ്ട്. കോമൺ കാരേജ് വേർ ഇൻ ദ സർവീസ് ഓഫ് കാരിയർ ദാറ്റ് പ്രൊവൈഡ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓൺ ഇൻഡിവിജ്വൽ ഷിപ്പ് ആൻഡ് ബേസിസ് ആർ എൻഗേജ്. കോമൺ കാരേജ് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടും. അതുകൊണ്ട് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് വിചാരിക്കുക, ഇന്ത്യൻ കോർപ്പറേഷൻ നിങ്ങൾ നേരിട്ട് അവിടെ ഈ വണ്ടി നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് നിറച്ചു തന്നൂടെ? നിങ്ങളുടെ വണ്ടിയാണ്. എന്നിട്ട് നിങ്ങളുടെ പെട്രോൾ പമ്പ് നിങ്ങളുടെ വണ്ടിയും നിങ്ങളുടെ പെട്രോളോ ഡീസലോ എന്താ വെച്ചാൽ കൊണ്ടുവന്ന് നിറച്ചൂടെ? അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടും ചെയ്യാം. ദി ട്രാൻസ്പോർട്ടേഷൻ റിക്വയർമെന്റ്സ് ഇൻ ദി ലോജിസ്റ്റിക്കൽ നെറ്റ്വർക്ക് മസ്റ്റ് എൻഷുർ പ്രോപ്പർ ഫെസിലിറ്റി സെലക്ഷൻ. ഫെസിലിറ്റി, ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഫ്രൈറ്റ് ബിൽ, എത്ര എക്സ്പെൻഡിച്ചർ, ആൻഡ് എൻഷുറിങ് ദ ഡെലിവറി. നോക്കൂ, എന്തായിക്കുമ്പോഴും ഇൻഷുറൻസ് എടുക്കണം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോയി പരിപാടി. എന്തെങ്കിലും ഡിഫക്റ്റോ, വണ്ടിക്ക് എന്തെങ്കിലും തകരാറോ, ആരെങ്കിലും മരണോ, എന്തെങ്കിലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇതൊക്കെ ഉണ്ടല്ലോ. ഇൻഷുറൻസിന്റെ അതിന്റെ പ്രീമിയം ഒക്കെ വേണം. അത് ഷിപ്പിലും വേണം, മറൈൻ ഇൻഷുറൻസ്, പ്ലെയിനിലും വേണം, എയർ ഇൻഷുറൻസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് അതിന്റെ പൈസ കിട്ടും. വെയർ ഹൗസിങ് ആൻഡ് സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. വെയർ ഹൗസിങ് ഇത് വളരെ ആൾറെഡി ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, സ്റ്റോർ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് സ്റ്റോർ ചെയ്യുന്ന, പിന്നെ അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സെന്റർ പാല് ഓരോ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ അല്ലേ ഇത്? നോക്കൂ, പാല് എല്ലായിടത്തും കൂടി സ്റ്റോർ ചെയ്യല്ലോ, വെയർ ഹൗസിങ് ചെയ്യല്ലോ. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഇല്ലേ ഓരോ സ്ഥലത്തെ? കൊച്ചി, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം, കൊല്ലം, അതിന് പാലക്കാട്, കോഴിക്കോട് ഇല്ലേ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഇല്ലേ? അതിന്റെ അവിടെ ചെറിയ വേറെ സ്ഥലങ്ങള്. അങ്ങനെ വെയർ ഹൗസിങ് എലിമെന്റ്സ് വേറെ ഡിഫറെന്റ് ആണ്, അത് സ്റ്റോറേജ് വേറെയാണ്. അത് തന്നെ കുറെ പറഞ്ഞതാണ് നമ്മളെ. അപ്പോ എന്താണ് ഫങ്ഷൻ പെർഫോംഡ് ബൈ വെയർ ഹൗസ്? വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുക, ആ സാധനങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്യുക, ചെറുതും വലുതും, അതിനെ സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അതേമാതിരി അതിനുള്ള പ്ലാറ്റ്ഫോമും അതും ഇതൊക്കെ ഒന്നിനോടൊന്ന് ചില സമയത്ത് മുട്ടരുത്. കെമിക്കൽസ് ഇതേമാതിരിയുള്ള പതാത് സാധനത്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടൂ. ആഡക്വേറ്റ് പ്രിക്കോഷൻ ഈസ് ടു ബി ടേക്കൺ. അതിന് ഈ നമ്മുടെ ഇതിലൊക്കെ പല പല കീട മറ്റതൊക്കെ ഉണ്ടല്ലോ, കൃമികളും മറ്റതൊക്കെ, അതൊന്നും പാടില്ല. മേക്കിംഗ് ഐറ്റംസ് അവൈലബിൾ ഫോർ ദ കൺസംഷൻ. അപ്പൊ എപ്പോഴും നമ്മുടെ ഇതിന് ആവശ്യപ്രകാരം നമ്മളെ സ്റ്റോർ ചെയ്യണം, പെട്ടെന്ന് അവിടുന്ന് സപ്ലൈ ചെയ്യണം ഷിപ്മെന്റിനൊക്കെ മെറ്റീരിയൽ. പിന്നെ പരമപ്രധാനമായ വേറൊരു കാര്യം, വെയർ ഹൗസിങ്ങിലെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്, കൊണ്ട് തള്ളി അങ്ങോട്ട് ഇടരുത്. അത് ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ ഒരു ഗ്ലാസിന്റെ ഇതാണ് ചെയ്ത് കൊണ്ട് റെറ്റ കയറാണ്ട് ഇറങ്ങി എന്താ ചെയ്യും? ചിലപ്പോ എന്തായിരിക്കും ഇപ്പൊ നമ്മുടെ ബസ്സിന്റെ മുമ്പിലത്തെ റെറ്റ ഇതായിരിക്കും, എന്തായാലും 5000 ഉറുപ്പിയാണ്. അതങ്ങനെ കൊണ്ട് വലിച്ചെറിഞ്ഞാൽ അത് പൊട്ടില്ല പിന്നെ. അപ്പൊ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇസ് വെരി വെരി എസെൻഷ്യൽ. ഈ നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ IT ഫേംസ്, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കിലൊക്കെ നമ്മുടെ ഗ്ലാസ് മറ്റതൊക്കെ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്ത് 26 നില 20 നില ബിൽഡിംഗ്, ഇതിന്റെ ഗ്ലാസ് ഇതൊക്കെ ഉണ്ടല്ലോ, അത് ഹാൻഡിൽ ചെയ്യാൻ സ്പെഷ്യലൈസ് ആളുകളുണ്ട്. അതിനുള്ള മെഷീനും ക്രെയിനും ഉണ്ട്, സെപ്പറേറ്റ് ഉണ്ട് ഗ്ലാസ് ഹാൻഡ്ലിങ്ങിനൊക്കെ കേട്ടോ. ഡിസ്പ്ലേ, അതായത് പ്രദർശിപ്പിക്കുക നിങ്ങളുടെ പാക്കറ്റിൽ എന്താണെന്ന്. അതിന് ഇൻവെന്ററി കൺട്രോൾ അതൊക്കെ പറഞ്ഞതാണ്, പ്രോസസ്സിംഗ് പറഞ്ഞതാണ്, ഗ്രേഡിംഗ് പറഞ്ഞതാണ്, ബ്രാൻഡിങ് പറഞ്ഞതാണ്, ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞതാണ്. ടൈപ്സ് ഓഫ് വെയർ ഹൗസസ്. പിന്നെ വെയർ ഹൗസ് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പ്രൈവറ്റിന്റെ വാടകയ്ക്ക്. പക്ഷെ ഓർമ്മിക്കുക, വെയർ ഹൗസ് എപ്പോഴും നടുക്കിലെ ഇതിന്റെ ട്രാൻസ്പോർട്ട് അതിന്റെ അടുത്തായിരിക്കും. റെയിൽവേയുടെ ആയിക്കോട്ടെ, പല ട്രാൻസ്പോർട്ട് ഹൗസ്. ഇപ്പൊ നോക്കുള്ളൂ, ഇവിടെ കൊച്ചിയിൽ കാണാം കളമശ്ശേരി, അവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തത്. അവിടെ ഇങ്ങനെ നിൽക്കുക, കാരണം കൊച്ചിയിൽ ഇതൊക്കെ നിൽക്കാൻ സ്ഥലമില്ല, ഇത്ര വലിയ വലിയ ഇതില്ല, ട്രക്കുകൾ നിർത്താൻ, നീളത്തുള്ള ട്രക്ക് നിർത്താനുള്ള റോഡ് വേണ്ടേ. അപ്പോ പ്രൈവറ്റ് ആയിട്ടുള്ള ചില വെയർ ഹൗസസ് ഉണ്ട്, നമ്മളിതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, അതിന് റെന്റ് കൊടുക്കണം. പബ്ലിക് വെയർ ഹൗസ്, സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, അവിടെ കൊണ്ടുപോയി കൊടുക്കാം. പക്ഷെ അവരുടെ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഉണ്ട്, എത്ര. പിന്നെ വെയർ ഹൗസ് സൂക്ഷിക്കുമ്പോൾ ആലോചിക്കേണ്ടത് എത്ര ദിവസത്തിനാണ് ചാർജ്, മനസ്സിലായില്ലേ? എത്ര സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നു അതിനാണ് ചാർജ്, എത്ര റൂം അതിനാണ് ചാർജ്. പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ള ഇതിലില്ലാത്തത്, സാധനങ്ങൾ റെയിൽവേയിലൊക്കെ വന്നാണ്ടല്ലോ, സാധനങ്ങൾ ഈ വേഗനിൽ വന്ന പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇതിന്റെ ഡെമറേജ് പെനാൽറ്റി വരും. നിങ്ങൾ അവിടുത്തെ ലിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി കിട്ടും. അതായത് ഒരു ദിവസം അവര് വെക്കും,
പിറ്റേ ദിവസം മുതൽക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങും അവര് വെയർ ഹൗസിന്റെ. അത് നമ്മൾ കൊടുത്താൽ അല്ലാണ്ട് സാധനം തരില്ല. അതേമാതിരി പ്ലെയിനിലും അതെ, കാർഗോയിൽ വരുന്ന സാധനം പെട്ടെന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആണ്. ഡെയിലി അവര് ഡെമറേജസോ അല്ലെങ്കിൽ ഇതൊക്കെ ചാർജ് ചെയ്യും അവര് വെയർ ഹൗസ്. കാരണം എയർപോർട്ടിൽ അത്ര വലിയ ഗോഡൌൺ ഇല്ലല്ലോ. പെട്ടെന്ന് സ്ഥലം കാലിക്ക് എത്രയോ ഫ്ലൈറ്റ് വരുന്നല്ലേ, അതിലൊക്കെ സാധനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യണ്ടേ. നിങ്ങൾ ലിഫ്റ്റ് ചെയ്താലേ അവിടെ മറ്റേ വയ്ക്കാൻ പറ്റൂ അല്ലേ. അപ്പൊ അത് പിന്നെ പ്രൈവറ്റ് പബ്ലിക് വെയർ ഹൗസ്, ബോണ്ടഡ് വെയർ ഹൗസ്. എന്താ ബോണ്ടഡ് വെയർ ഹൗസ്? അതായത് ചിലത് കസ്റ്റം ക്ലിയറൻസ് ഒന്നും കിട്ടാതെ സാധനം പിടിച്ചു വയ്ക്കും. അതിന് വേണ്ട ഡോക്യുമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആരെയാണത്? ഷാരൂഖ് ഖാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ അത് ഒരു പറ്റേ ഇവിടെ ഫോറിനിൽ ദുബായിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് അയാളിൽ കോസ്റ്റ്ലി വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ച് വളരെ കോസ്റ്റ്ലിയാണ്. അയാൾ പിടിച്ചു വെച്ചോടെ 1-2 മണിക്കൂർ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പേപ്പർ വേണം. കാരണം കോസ്റ്റ്ലിയാണ് അത്. കാരണം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കൊണ്ടിട്ട് അവിടെ നിങ്ങൾ കുറെ സ്വർണം കൊണ്ടുവരാൻ പറ്റുമോ? ഇതിനൊക്കെ റൂൾസ് ഇല്ലേ എത്ര കൊണ്ടുവരാൻ പറ്റുന്നൊക്കെ, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണ്ടേ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പോ ഈ ബോണ്ടഡ് വെയർ ഹൗസ് പറഞ്ഞ കസ്റ്റം ക്ലിയറൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അതുവരെ സാധനം പിടിച്ചു വെക്കും. പേപ്പർ പ്രിപ്പയർ കൊടുത്തതിന് ശേഷം മാത്രം ഇത് ഇവിടുന്ന് വാങ്ങി, എങ്ങനെ വാങ്ങി, ആരാണ് അതിൻ്റെ ഇതെല്ലാം റെക്കോർഡ് കാണിക്കണം സാധനങ്ങളൊക്കെ വരുമ്പോൾ, മനസ്സിലായില്ലേ. പിന്നെ സ്പെഷ്യൽ കമ്മോഡിറ്റി വെയർ ഹൗസസ്. സ്പെഷ്യൽ കമ്മോഡിറ്റി വെയർ ഹൗസ് എന്താ? ചില ഐറ്റങ്ങളൊക്കെ നോക്കൂ. സ്പെഷ്യൽ കമ്മോഡിറ്റി ഇവിടെ പറയുന്നത് ടുബാക്കോ, കോട്ടൺ, വീറ്റ്, ഇതൊക്കെ കൊണ്ടുപോകാനും ഇതിനൊക്കെ സ്പെഷ്യൽ കമ്മോഡിറ്റി ആണത്. അതൊക്കെ മറ്റിനോടൊപ്പം കലർത്തത്, മനസ്സിലായോ? അപ്പൊ അതൊക്കെ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ളതുണ്ട്. പിന്നെ കോൾഡ് സ്റ്റോറേജ്. എവിടെ? കോൾഡ് സ്റ്റോറേജ് ഓർ റെഫ്രിജറേറ്റഡ് പറയേണ്ട ആവശ്യമുണ്ടോ? അത് കോൾഡ് ഫിഷ്, അതായത് ഫ്രഷ് മീറ്റ്, ഫ്രൂട്ട്സ്, ബട്ടർ, എഗ് വേണ്ടേ? റെഫ്രിജറേറ്റർ വേണ്ടേ? ഇൻസ്റ്റിറ്റ്യൂഷണൽ വെയർ ഹൗസ് പറഞ്ഞത് ആൾറെഡി. നമ്മുടെ ഓരോരോ സ്ഥാപനങ്ങൾ, സെൻട്രൽ വെയർ ഹൗസിംഗ്, സ്റ്റേറ്റ് വെയർ ഹൗസിംഗ്. ഇനി അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസിംഗ് ഡോക്യുമെന്റേഷൻ. ലോറിയിലയക്കുമ്പോൾ ലോറി റെസിറ്റ്. ലോറിയിലയക്കുമ്പോൾ നിങ്ങൾ സാധനങ്ങൾ ലോറി അവരുടെ കമ്പനിക്ക് കൊടുക്കുന്നു, കമ്പനി നിങ്ങൾക്ക് ലോറി റെസിറ്റ് തരുന്നു. അതിനാണ് LR എന്ന് പറയുന്നത്. അപ്പൊ ലോറിയുടെ ഉത്തരവാദിത്വമാണ് അവിടെ കൊണ്ട് എടുക്കലും, അവിടെ എവിടൊക്കെയാണ് ഡെസ്റ്റിനേഷൻ വരെ. ഇപ്പൊ മദ്രാസിലാണ്, ചെന്നൈയിലാണ് അതുവരെ കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു വെച്ചാൽ അതിന് ഇതൊക്കെ ഉണ്ട്, ഇൻഷുറൻസും മറ്റേതൊക്കെ തേർഡ് പാർട്ടി ഇൻഷുറൻസും അതെല്ലാണ്ട്. പക്ഷെ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ലോറി ഓണർ ടു ടേക്ക് ദ മെറ്റീരിയൽ ആൻഡ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ആസ് വെൽ. സോ അതിനുള്ള സാധനം നിങ്ങളിൽ നിന്ന് കിട്ടുബോധിച്ചു, അതാണ് LR എന്നത്. പിന്നെ അവിടെ കൊണ്ടുപോകണം. റെയിൽവേ, വണ്ടിയിലും ഇതേമാതിരി RR, റെയിൽവേ റെസീറ്റ്. നിങ്ങൾ അയക്കുന്ന സാധനത്തിനൊക്കെ റെസീറ്റ് വരും, അതിന് റെയിൽവേ റെസീറ്റ്. അപ്പൊ നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന വെച്ചാൽ റെയിൽവേ റെസീറ്റ് കാണിക്കണം. അപ്പൊ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് അയച്ചു തരിക. എറണാകുളത്തെ ഡെപ്പോയിൽ പോയിട്ട്, ഗൂഡ്സ് ഡെപ്പോയിൽ പോയിട്ട് ഈ RR അയച്ച് കാണിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സാധനം കിട്ടൂ. കൺസൈൻമെന്റ് നോട്ട്, അതായത് നിങ്ങളെ റെയിൽവേയിൽ അയക്കണം വെച്ചാൽ ഞാൻ ഇത് റെയിൽവേയിൽ അയക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു എന്നുള്ള ഒരു ഡിക്ലറേഷൻ. അടുത്തത് ബിൽ ഓഫ് ലേഡിംഗ്. ബിൽ ഓഫ് ലേഡിംഗ് പറഞ്ഞാൽ അതായത് എവിഡൻസ് റിഗാർഡിംഗ് റെസിപ്റ്റ് ഓഫ് ദ ഗുഡ്സ് കാർഗോ. ഇറ്റ് ഇൻക്ലൂഡ് ദ കണ്ടീഷൻ on which the transportation is made, contract, carriage, engagement to deliver. അതായത് അതെന്താ അറിയോ, നിങ്ങളെ സാധനങ്ങൾ ബിൽ ഓഫ് ലേഡിംഗ് പറഞ്ഞാൽ ഏജന്റ്, അതായത് ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ ഏജന്റ് ഓഫ് എ കാരിയർ ടു എ ഷിപ്പർ. അതായത് ആരാണ് അയച്ചിരിക്കുന്നത് വെച്ചാൽ സൈൻഡ് ബൈ ദ ക്യാപ്റ്റൻ, ഏജന്റ് ഓർ ഓണർ ഓഫ് എ വെസൽ, ഫർണിഷിംഗ് റിട്ടേൺ എവിഡൻസ് റിഗാർഡിംഗ് റിസീപ്റ്റ് ഓഫ് ദ ഗുഡ്സ്, നിങ്ങളിൽ നിന്ന് കിട്ടുന്നതും, ആൻഡ് ദി എൻഗേജ്മെന്റ് ടു ഡെലിവർ, അഷുറൻസ്, ആർക്ക് ഞാൻ ഡെലിവറി ചെയ്തോളാം, ഒരു പ്രിസ്ക്രൈബ്ഡ് ഡെസ്റ്റിനേഷൻ ഒരു സ്ഥലത്ത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ഉള്ള കടലാസാണത് ബിൽ ഓഫ് ലേഡിംഗ്. Therefore, both a receipt for merchandise and a contract to deliver, അതായത് നിങ്ങളെ അവരിൽ നിന്ന് സാധനങ്ങൾ എടുക്കലും നിങ്ങളൊരു അണ്ടർടേക്കിംഗ്, അതായത് സാധനം വേണ്ട സ്ഥലത്ത് എത്തിച്ചോളാം എന്നുള്ളതിനാണ് ബിൽ ഓഫ് ലേഡിംഗ്. എയർവേ ബില്ല് പറയേണ്ട ആവശ്യമില്ല, പ്ലെയിനിലത്തെ സെയിം. പിന്നെ CMR ഡോക്യുമെന്റ്. CMR ഡോക്യുമെന്റ് ശ്രദ്ധിക്കണം. കൺവെൻഷൻ
relative, okay, on control D transport international D merchandise por la ഇത് റൂട്ട്. അതായത് എന്താണ് പറയുന്നത്? ഇസ് എ ഇന്റർനാഷണൽ അഗ്രിമെന്റ് that contain the rights and obligation of parties involved in road transport, the shipper, carrier, and addressee. This is required when goods are transported internationally, okay, by road used by all parties. The carrier usually complete the form, but the sender or exporter is responsible for the accuracy of the information and must sign the form when the goods are collected. അതാണ് സാധനം. പിന്നെ മൾട്ടി മോഡൽ നോക്കൂ. നമ്മൾ സാധനങ്ങൾ അയക്കുന്ന സമയത്ത് ചില സമയത്ത് നോക്കൂ, ട്രാൻസ്പോർട്ട് ഷിപ്പിങ്ങിലായിരിക്കും. ഷിപ്പ് റോഡ്, അതിനെ അപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞു ഞാൻ. റോഡ് ആൻഡ് ബൈ സീ, റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓക്കെ ബിറ്റ്വീൻ ദ ബിൽ ഓഫ് ലേഡിംഗ്, ഫോർവേഡർ, ഇന്റഗ്രേറ്റഡ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ദ, അങ്ങനെ. അതെ ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, ദിസ് ഈസ് ദോസ് ഗുഡ്സ് carried by multimodal transport units, mainly containers covering 2 or more modes of transport, such as shipping by road and by sea. Okay, the responsibility for the management and processing of shipment document depends on the sale condition, okay, അങ്ങനെ agreed upon by the party. അതിനെ പറ്റിയിട്ടൊക്കെയാണ്. പിന്നെ ഡോക്ക് വാറന്റ് പറഞ്ഞ ഡോക്കില് അതായത് ഇഷ്യൂഡ് ബൈ ദ ഡോക്ക് അതോറിറ്റി, അത് നമ്മുടെ പോർട്ട് ഡോക്ക് അതോറിറ്റീസ് സർട്ടിഫൈയിങ് ദാറ്റ് ദ ഗൂഡ്സ് ആർ ഹെൽഡ് ബൈ ദം. നിങ്ങൾ ഡോക്കിൽ കൊടുത്തിട്ട് അവരവിടെ നിന്ന് ഷിപ്പിൽ പോകല്ലേ, കാരണം ഷിപ്പ് സാധനം എത്തുമ്പോഴാണ് ഷിപ്പ് വരില്ലല്ലോ. അപ്പൊ അവരവിടെ നിന്ന് അയക്കുക. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഇതാണ് ഡെക്ക് ഇത്. അല്ലെങ്കിൽ വെയർ ഹൗസ് വാറന്റ്. ഓക്കെ, സെയിം സിംപ്ലി വെയർ ഹൗസ് വാറന്റ് എന്ന് പറഞ്ഞാൽ എക്നോളജ്മെന്റ് ഓഫ് ഗൂഡ്സ് ഇഷ്യൂഡ് ബൈ ദ വെയർ ഹൗസ് കീപ്പർ. വെയർ ഹൗസ് ആരാണെന്ന് വെച്ചാൽ അവര് സാധനങ്ങൾ കിട്ടി എന്നുകൊണ്ട് നിങ്ങൾക്ക് റെസിപ്റ്റ് തരുന്നത്, അതാണ്. പിന്നെ ഡെലിവറി ഓർഡർ പറഞ്ഞാൽ ഡെലിവറി ചെയ്യുമ്പോഴുള്ള ഓർഡർ, അതാണ് ഡെലിവറി ഓർഡർ. In transportation and warehousing, there are many types of documents and skills which are needed to transport goods from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഡോക്യുമെന്റ്, അതേമാതിരി ഇറ്റ് ഇസ് ദ ഡോക്യുമെന്റ് ആണ് ഹാർട്ട് ഓഫ് ട്രേഡ് ട്രാൻസാക്ഷൻ. എല്ലാം ഡോക്യുമെന്റ് വേണം. എന്താണ് സാധനം, എത്രയാണ് ക്വാണ്ടിറ്റി, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് കൊടുക്കുന്നു, അതിന്റെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം, അതിന്റെ പ്രൈസ്, ക്വാണ്ടിറ്റി, ഇതെല്ലാം വേണം. കാരണം നമ്മുടെ GST ഇതെല്ലാം വേണ്ടേ. The documents are issued by the shipping company, ട്രക്ക് കമ്പനി, റെയിൽവേ, എല്ലാവരും ഇതെല്ലാം കൊടുക്കുന്നു. അത് അക്കൗണ്ട്സിലെ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഇത് പോകണം ഈ സാധനം. അതല്ലെങ്കിൽ അവരുടെ റെക്കോർഡിൽ വെക്കണം, എന്നിട്ടല്ലേ പേയ്മെന്റ് വരൂ. ഓക്കെ, അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യമാണ്. എന്താണ് കൺസൈനി? കൺസൈനി പറഞ്ഞ കോൺട്രാക്ട് ഓഫ് കാരേജ് ദ പേഴ്സൺ ടു ഹൂം ദ ഷിപ്മെന്റ് ഈസ് ടു ബി ഡെലിവേർഡ്. കൺസൈനി പറഞ്ഞ ആർക്കാണ് സാധനം കൊടുക്കേണ്ടത്. അതായത് ഇൻ എ കോൺട്രാക്ട് ഓഫ് കാരേജ് ദ പേഴ്സൺ ടു ഹൂം, ആർക്കാ കൊടുക്കേണ്ടത്. ഇൻ റിപ്പോർട്ട് ട്രേഡ്, അതായത് ഇൻ റിപ്പോർട്ട് it refers to a trade at one center for the goods of other countries. On this merchandise can be imported or exported without paying import duties. ശ്രദ്ധിക്കുക, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക്. ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് is the process of moving different types of goods from ഒരു സ്ഥലത്ത് നിന്ന് കാശ്മീർ ടു കന്യാകുമാരി, അതിനെ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട്. ഷിപ്പ് പറയേണ്ട ആവശ്യമില്ല. ക്രോസ് ഡോക്കിംഗ്, a logistic procedure where products from a supplier or manufacturing plant are distributed directly to a customer or retail chain with marginal to no handling or storage. അതായത് ലോജിസ്റ്റിക് പ്രൊസീജിയർ, പ്രൊഡക്റ്റ് സപ്ലയർ, മാനുഫാക്ചറർ, പ്ലാന്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡയറക്ട്ലി ടു എ കസ്റ്റമർ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഡയറക്ട്ലി നമ്മുടെ അവിടെ നിന്ന് കൊടുക്കുക വിചാരിക്കുക, അതായത് മാനുഫാക്ചറിങ് പ്ലാന്റ്, അതിനെയാണ് ഇത് പറയുക. ഓക്കെ, അടുത്ത് a supply chain is composed of a series of suppliers and customers linked together by a physical distribution system. The physical distribution system involves the transportation of goods. Physical distribution പറഞ്ഞ സാധനങ്ങൾ ഫിസിക്കലായിട്ടല്ലേ കൊണ്ടുപോകണം സാധനങ്ങൾ, ട്രാൻസ്പോർട്ട് ട്രക്കിലൊക്കെ, ഷിപ്പിലായിക്കോട്ടെ, പ്ലെയിനിലായിക്കോട്ടെ, നമ്മളല്ലേ ഫിസിക്കലായിട്ടല്ലേ കൊടുക്കണതൊക്കെ.
the inventory that exists, transit and distribution centers, along with the physical handling of the goods. Physical handling of the goods. The efficient operation of the warehouse. അതും വേണം. സാധനങ്ങൾ കൊടുക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ആർ ക്രൂഷ്യൽ ആക്ടിവിറ്റീസ്. ലോജിസ്റ്റിക്കിലെ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടു ഡിറ്റർ പൈസ മിനിമം ഇതിലായിരിക്കണം. അഫക്ട് ദ സർവീസ് ലെവൽ. സർവീസ് നന്നായിരിക്കണം. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഇസ് ഡിഫറെന്റ് കോസ്റ്റ് ആൻഡ് സർവീസ് ക്യാരക്ടറിസ്റ്റിക്. ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് സർവീസ് ക്യാരക്ടർ ഗുണങ്ങൾ ഉണ്ടാവണം. ദീസ് ഡിറ്റർമിൻ വിച്ച് മെത്തേഡ് ഏതാണ് വേണ്ട മെത്തേഡ്, അത് നിങ്ങൾ അപ്രോപ്രിയേറ്റ് തീരുമാനിക്കണം. ദീസ് ലോജിസ്റ്റിക് ആക്ടിവിറ്റീസ് ആർ ലിങ്ക്ഡ് ടു ഈച്ച് അതർ വിത്ത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. അപ്പൊ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ അവർ പറഞ്ഞാൽ ഏത് വിധത്തിൽ. അപ്പൊ എന്നിട്ട് തീരുമാനിച്ചാൽ മതി എങ്ങനെ അയക്കണം, ഏത് വിധത്തിൽ അയക്കണം. പക്ഷേ കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്യണത്. കസ്റ്റമർ പറയും നിങ്ങൾ ഇങ്ങനെ അയക്കൂ, അങ്ങനെ അയക്കൂ, ഇങ്ങനെ അയക്കൂ. അല്ലാതെ നിങ്ങൾ പ്ലെയിനിലാണ് അയച്ചെങ്കിൽ ആ പ്ലെയിൻ ഫെയർ അയാൾ ഇത് ചെയ്യണ്ടേ, ബിയർ ചെയ്യണ്ടേ പൈസ. അപ്പൊ അതും കൂടി ഞാൻ അങ്ങനെ അയക്കുന്നില്ല, അവർ അഗ്രി. അപ്പൊ പർച്ചേസ് ഓർഡർ പ്രകാരം നിങ്ങൾ ചെയ്യാൻ പാടും. സോ ദിസ് വുഡ് റിക്വയർ ഇന്റഗ്രേഷൻ ഓഫ് വേരിയസ് ടെക്നോളജി വിത്ത് ദ ലോജിസ്റ്റിക്. ടെക്നോളജി പിന്നെ അറിയണത് ഇത് കയറ്റലും ഇറക്കലും അതേമാതിരി പല പല ടെക്നോളജിയും ഒക്കെ പലതും ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. യൂണിറ്റ് 8 ഇൻഫർമേഷൻ മോണിറ്ററിങ്. അടുത്ത് ഇതിലെ ലോജിസ്റ്റിക് ഇൻഫർമേഷൻ ഉണ്ട്, ലോജിസ്റ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ലോജിസ്റ്റിക്, IT ഇൻ ലോജിസ്റ്റിക് ഉണ്ട്. ഓക്കെ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഉണ്ട്, ഓപ്റ്റിമൈസിങ് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ട്. അതൊക്കെ വിശദീകരിക്കാം. ഇൻട്രൊഡക്ഷൻ. ലോജിസ്റ്റിക് കൺസേൺ ദി ഫ്ലോ ഓഫ് മെറ്റീരിയൽ which is based on the information about each aspect in the logistic cycle. Logicians are realizing the importance of information. വളരെയധികം ഇൻഫർമേഷൻ ആവശ്യമാണല്ലോ ഇതിനൊക്കെ. വിത്ത് സാധനം ഉണ്ടോ, സാധനം ഇല്ലേ, എപ്പോൾ അയക്കും, എത്ര ക്വാണ്ടിറ്റി അയക്കും, എന്താണ് വില, മാർക്കറ്റ് റേറ്റ് എന്താണ്, റുപ്പി വേണോ ഡോളർ വേണോ, ഓരോന്ന് റുപ്പി ഡോളർ ഇതൊക്കെ അല്ലേ എല്ലാം നമ്മളെ ഇൻഫർമേഷൻ. ദിവസം നിങ്ങൾക്ക് അറിയില്ലേ ഡോളറിന്റെ റേറ്റ് എന്താണ്, ഇതൊക്കെ ഇൻഫർമേഷൻ will pass on, something. In-depth understanding of improving logistical performance with the help of fast and accurate. നിങ്ങൾ സ്വർണ്ണക്കടയിൽ പോയി നോക്കൂ, ഇന്നത്തെ സ്വർണത്തിന്റെ വില, വെള്ളിയുടെ വില, നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും. അക്യുറേറ്റ്. സപ്പോസ് ഈ ഇൻഫർമേഷൻ ഇല്ല വിചാരിക്കുക, ചിലപ്പോ അവര് നോക്കാണ്ടായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നഷ്ടമാവും അവർക്ക്, അത് വില കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതേമാതിരി പെട്രോൾ പമ്പിൽ പോകുമ്പോഴേ അറിയും നമുക്ക് പെട്രോളിന് എത്ര പൈസ, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേക്കാണ്, രാത്രി 12 മണിക്കാണ് പറയുന്നത്. ആക്യുറേറ്റ് ഇൻഫർമേഷൻ അപ്പൊ ആവശ്യമാണ്. ലോജിസ്റ്റിക് usually involve the integration of information flow with the other aspects of material handling, production, packaging, inventory, transportation, warehousing, and security of the product. The logistic information management is related to the process of planning, implementing, controlling. ഇതൊക്കെ പറഞ്ഞതാണ്. എഫിഷ്യന്റ്, വളരെ പ്രോംപ്റ്റ് ആയിട്ട് വേണം. ആൻഡ് എഫക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ, നല്ല ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട്, നല്ല പറഞ്ഞ ചന്തള്ള ട്രക്കല്ല, പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടോ, അവരുടെ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ, ഇതൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്ന വളരെ റഫായിട്ടാണ്. അതൊക്കെ ഏതെങ്കിലും വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ ഫ്രിഡ്ജും മറ്റേതൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പൊളിഞ്ഞ് അങ്ങനെയാണ് ഇതൊക്കെ നോക്കണം. അപ്പൊ അങ്ങനത്തെ ആളുകളെ വിളിക്കരുത്. സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്. This information is from the point of origin to the point of consumption, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മുതൽ അവസാനം വരെ. ടു കൺഫേം ടു കസ്റ്റമർ റിക്വയർമെന്റ്. കസ്റ്റമർ പറയും ചിലപ്പോൾ അവിടെ സപ്ലൈ ചെയ്താൽ ഞങ്ങളുടെ ഗോഡൗൺ അവിടെ സപ്ലൈ പറയും. അപ്പൊ ആ ഗോഡൗണിലാണ് സപ്ലൈ ഉണ്ട് സാധനങ്ങളെ. ചില സമയത്ത് ഫരീദാബാദോ ഗുഡ്ഗാമെന്ന് വന്നു വിചാരിക്കുക നമ്മുടെ, അല്ലെങ്കിൽ മാരുതിയിൽ നിന്ന് കാർ വന്നു വിചാരിക്കുക. അവർ പറയും കൊച്ചിയിൽ പാലാരിവട്ടം ഞങ്ങളുടെ ഇതില് ഇത്ര, വർക്ക്ഷോപ്പിലെ ഇത്ര, അല്ലെങ്കിൽ ഡീലർ ഇതുണ്ടാവും അവിടെ എത്ര, അവിടെ കൊണ്ട് സപ്ലൈ ചെയ്യണം, അല്ലാണ്ട് റോഡിൽ കൊണ്ട് ഇറക്കരുത്. സോ ഇറ്റ് ഇൻക്ലൂഡ് ഇൻബൗണ്ട്, ഔട്ട്ബൗണ്ട്, ഇന്റേണൽ, എക്സ്റ്റേണൽ മൂവ്മെന്റ് ഓഫ്, അല്ലേ, ഇങ്ങോട്ടും അങ്ങോട്ടും ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ലോജിസ്റ്റിക് ഇൻഫർമേഷൻ. ലോജിസ്റ്റിക് റിക്വയർസ് എ ലാർജ് എമൗണ്ട് ഓഫ്, അല്ലേ, നോക്കൂ, ലോജിസ്റ്റിക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതായത് സെയിൽസ്. എന്താണ് സെയിൽസ്? ഇൻവെന്ററിയിൽ എത്ര എമൗണ്ട് ഉണ്ട്, എത്ര സാധനം കെട്ടിക്കിടക്കുന്നുണ്ട്,
ഫോർകാസ്റ്റ് ഇനി എത്ര വേണ്ടി വരും, അടുത്ത മാസം എത്ര വേണ്ടി വരും, അല്ലെങ്കിൽ 3 മാസത്തിന് ക്വാർട്ടറിൽ എത്ര ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ വേണ്ടേ. ഓർഡറിങ്, അതല്ലെങ്കിൽ ഓർഡർ ചെയ്യണം ആരോട്, നമ്മുടെ സപ്ലയർ അല്ലെ, വെൻഡർ, അവിടെ ഓർഡർ ചെയ്യണ്ടേ. അല്ലാണ്ട് സാധനം കഴിച്ചിട്ടല്ല ഓർഡർ ചെയ്യുക, മനസ്സിലായില്ലേ. ഇപ്പൊ ഡീസൽ ജനറേറ്റർ ഉണ്ടോ വിചാരിക്കുക, ഡീസൽ കഴിഞ്ഞിട്ടാണോ ഓർഡർ ചെയ്യുക. അപ്പൊ അതുവരെ നിൽക്കില്ലേ ജനറേറ്റർ. അപ്പോൾ ഓർഡറിങ് ആൻഡ് പ്രൊക്യൂർമെന്റ് കിട്ടുമണം. ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു, അറേഞ്ച്മെന്റ്സ് ആൻഡ് ഇൻവോയ്സിങ്, അപ്പൊ പറഞ്ഞ അതിന്റെ ബില്ല്, ആസ് വെൽ ആസ് വേരിയസ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. ചിലതുണ്ടല്ലോ ട്രാൻസ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺട്രാക്ട് ഏത് വിധത്തില് നമുക്കുണ്ടാവും. ചില 15 ദിവസത്തിനുള്ളിൽ ഇത്ര, 20 ദിവസത്തിനുള്ളിൽ ഇത്ര, അങ്ങനെ ഇത് അതുമാതിരി ട്രാൻസ്പോർട്ട് ആയിട്ടുണ്ടാവും കോൺട്രാക്ട്, പലതായിട്ട് കോൺട്രാക്ട്. റെയിൽവേയുടെ ഉണ്ട് കോൺട്രാക്ട് ആൻഡ് ടേംസ് ഓഫ് ഡെലിവറി. പിന്നെ ഇന്ന് ഓർഡർ ചെയ്താൽ എത്ര ദിവസമുള്ളേ, 14 ദിവസം, 10 ദിവസം, ഇങ്ങനെയൊക്കെ ഇല്ല. ഇപ്പൊ നിങ്ങൾ ആമസോണിലൊക്കെ പറയുമ്പോൾ എത്ര ദിവസമുള്ള, 1-2 ഡേയ്സിലെ ഡെലിവറി ചോദിക്കില്ലേ. ദ ഇൻഫർമേഷൻ ഫ്ലോ സ്റ്റാർട്ട്സ് വിത്ത് കസ്റ്റമർ ഡിമാൻഡ് ഫോർകാസ്റ്റ്. കസ്റ്റമറുടെ എന്താ ആവശ്യം എന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾ, അപ്പൊ നിങ്ങളെ ഇൻഫോം ചെയ്യും. ആൻഡ് മൂവ്സ് അലോങ് വിത്ത് ചെയിൻ റോ മെറ്റീരിയൽ സപ്ലൈ. പിന്നെ നിങ്ങൾക്ക് അതുമാതിരി റോ മെറ്റീരിയൽ വേണ്ട, അത് ഉണ്ടാക്കാൻ വേണ്ടി റോ മെറ്റീരിയൽ വേണ്ടേ, വെയർ ഹൗസ് വേണ്ടേ. അതേമാതിരി റോ മെറ്റീരിയൽ വരുമ്പോൾ സ്റ്റോർ ചെയ്യണ്ടേ നമ്മുടെ കമ്പനിയിലെ. അതേമാതിരി അവരും സ്റ്റോർ ചെയ്യണ്ടേ കസ്റ്റമർ. ആൻഡ് ടു അതർ സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് സബ് കോൺട്രാക്ടേഴ്സ്. ഓക്കെ, all involved entities should receive adequate. അപ്പൊ എല്ലാവർക്കും adequate ഇൻഫർമേഷൻ കിട്ടിക്കോളണം to be able to do their. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ പോയി നോക്കൂ, ഡെയിലി ഓരോ ദിവസത്തെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താ റേറ്റ് എന്ന് അറിയുന്നില്ലേ. നോക്കൂ, ഇൻഫർമേഷൻ എങ്ങനെയാ നോക്കൂ, അതനുസരിച്ചിട്ടല്ലേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഓരോരുത്തർ. സോ അതിനെതും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ in a timely manner so that the products are delivered in required amount and at the right time. And പറഞ്ഞതൊക്കെ these are all important for decision making. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് എല്ലാം അത്യാവശ്യമാണ് ഓരോ ഡിസിഷൻ ടേക്കിങ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ, അവൈലബിലിറ്റി, സാധനങ്ങളുടെ അവൈലബിലിറ്റി. എല്ലാം ചിലപ്പോൾ അവൈലബിൾ ആവില്ലല്ലോ, അപ്പൊ അവൈലബിലിറ്റി ഉണ്ടോന്ന് അറിയണ്ടേ. പിന്നെ ആക്യുറസി, പിന്നെ ടൈംലിനെസ്. ഓക്കെ, എന്താ ടൈംലിനെസ് പറയുന്നത്, സമയനിഷ്ഠ. അതായത് ചിലര് ഇവരുടെ സാധനങ്ങളുണ്ടല്ലോ, പിന്നെ സമയത്തിനനുസരിച്ച് കൊടുക്കും, പറഞ്ഞ മാതിരി അതൊക്കെ നോക്കണ്ടേ. എലിമെന്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ ഈസ് വിത്തൗട്ട് എറേഴ്സ്. അതായത് സാധനങ്ങൾ, നമ്മുടെ ഓരോ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ചിലപ്പോൾ റിട്രീവ് ചെയ്യേണ്ടി വരും. പണ്ടെന്തുണ്ടായിരുന്നു, നമ്മുടെ നെഗോഷിയേഷൻ എന്തായിരുന്നു, 3 കൊല്ലം മുമ്പ് എന്തായിരുന്നു, നമ്മുടെ കോൺട്രാക്ട് എന്തായിരുന്നു, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ബാക്കിലേക്ക് കൊണ്ടുവരും, റിട്രീവ് ചെയ്യേണ്ടി വരും. ചില സാധനം കൊളാബറേഷൻ, ടെക്നിക്കൽ കൊളാബറേഷൻ 4 കൊല്ലം 5 കൊല്ലം, എന്താ പറയുക, ചിലത് ഇത്ര കൊല്ലത്തിനുള്ളിൽ സെറ്റപ്പ് ചെയ്യും, അത് റൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കുറെ കൊല്ലത്തിന് മുമ്പേയുള്ള റെക്കോർഡ്സ് നോക്കണം നമ്മളെ. ഇപ്പൊ ഇൻകം ടാക്സിന്റെ നോക്കിയോളൂ, 10 കൊല്ലം വരെ റെക്കോർഡെങ്കിലും വെക്കണം. അവർ പണ്ടത്തെ ചോദിക്കും. അപ്പൊ റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ ഇല്ലേ ഇവിടെ, ഈ വിത്തൗട്ട് എറേഴ്സ്, ഫാസ്റ്റ് ആൻഡ് പ്രോംപ്റ്റ്. ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാം ഒരു ബട്ടണിൽ കിട്ടും. ആൻഡ് ഷുഡ് ബി ഇൻ എ ഫോം യൂസ്ഫുൾ ടു ദ യൂസർ. ലോജിസ്റ്റിക് ഇൻഫർമേഷൻ ഈസ് റിലേറ്റഡ് ടു സോഴ്സസ്. എവിടുന്ന് കിട്ടും? കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ എവിടെ നിന്നെല്ലാം കിട്ടും? സ്റ്റോറേജ്, അത് സ്റ്റോർ ചെയ്യുക. റിട്രീവൽ, കിട്ടാത്ത കിട്ടുമോ നോക്കുക. റിപ്പോർട്ട്, അതനുസരിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കുക. മനസ്സിലായോ? സ്റ്റോറേജ്, റിട്രീവൽ പണ്ടത്തെ കണ്ട് ചിലതുണ്ടല്ലോ ഇൻഫർമേഷനൊക്കെ പണ്ടത്തെ ഇതിനല്ലോ, അത് എന്തായിരുന്നു എന്നൊക്കെ നോക്കണ്ടേ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് മേക്സ് ലോജിസ്റ്റിക് ഓപ്പറേഷൻ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഇൻ ഏരിയാസ് given below. Supply chain. The simulation and optimization of flows in the supply chain allows for stock reductions and preventing stock out. നോക്കൂ, നമ്മളെ പ്രോപ്പറായിട്ട് നമ്മുടെ സപ്ലൈ ചെയിനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് കമ്മിയാവുന്നതും സ്റ്റോക്ക് കൂടുന്നതും അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റോക്ക് ഇല്ലാതിരിക്കുന്നതും സ്റ്റോക്ക് കൂടുന്നതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രൈസ് ഫിക്സിങ്. ഇറ്റ് അലൗ സ്റ്റോക്കിനനുസരിച്ച് നമുക്ക് കോസ്റ്റ്, പിന്നെ സ്പെസിഫൈങ് ദ പ്രൈസ് ലെവൽ that would bring maximum income or profit. Price level.
അതനുസരിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ നമുക്ക് അതേമാതിരി പ്രൈസ് നമ്മുടെ ഇത് ചിലപ്പോൾ ഇൻകം നമുക്ക് കൂട്ടാനും പ്രോഫിറ്റ് കൂട്ടാനൊക്കെ സാധിക്കും. മനസ്സിലായോ? നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് അതനുസരിച്ചിട്ട് ചിലപ്പോൾ അതിന്റെ വില കൂടിയെന്നായിരിക്കും. അപ്പോൾ നമ്മുടെ സാധനം ഉണ്ട്, അത് വിറ്റ് കാശ് ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ, രാത്രി 12 മണിക്ക് പെട്രോളിന്റെ വില കൂടിയിരിക്കുക, ആൾറെഡി അവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ 12 മണിക്ക് ശേഷം ആ പുതിയ റേറ്റിൽ വെക്കുക. അവ ആ പെട്രോൾ പമ്പിന് പൈസ ഇതല്ലേ, പ്രോഫിറ്റ് അല്ലേ. വാട്ടർ പെട്രോൾ സ്റ്റോക്ക് ഈസ് അവൈലബിൾ അല്ലേ. അത് ഇപ്പോഴും 11 മണിക്ക് 12 മണിക്കാണ് കൂടുക. അപ്പൊ എന്തുണ്ട്, അവര് 7 മണിക്ക് മുതൽ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കും. പക്ഷെ അവരിൽ ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ ഉള്ള സ്റ്റോക്ക് 12 മണിക്ക് ശേഷമാണ് വെച്ചാൽ അവർക്ക് ആ പുതിയ റേറ്റിൽ വെക്കാം, പ്രോഫിറ്റ് ഉണ്ടാക്കാം. മൾട്ടി ഡയമെൻഷണൽ സെഗ്രേഷൻ, അതായത് സെഗ്രേഷൻ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് ക്ലയൻസ്. നമുക്ക് കൂടുതൽ ക്ലയന്റ് വിത്ത് ടെൻഡൻസി ബൈയിങ് സിമിലർ പ്രൊഡക്റ്റ്. ഇതേ സാധനം ഏതെല്ലാം കമ്പനികൾ വാങ്ങുന്നുണ്ട് അതും കൂടി നോക്കണ്ടേ. അപ്പൊ അതനുസരിച്ച് ഡിമാൻഡ് വിച്ച് റിസൾട്ട് ഇൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നിങ്ങളുടെ എന്ത് സാധനങ്ങളായാലും ശരി, ആരെല്ലാം ഇത് വാങ്ങുന്നുണ്ട്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വേണം. അത് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമർ എങ്ങനെ ബിഹേവിയർ ചെയ്യണം, നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റും കൺസ്യൂമർ എങ്ങനെ റിസീവ് ചെയ്യണം അതും കൂടി നോക്കണ്ടേ. എനാബിളിങ് കസ്റ്റമൈസേഷൻ, പേഴ്സണലൈസേഷൻ ഓഫ് കസ്റ്റമേഴ്സ് നീഡ്സ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണം, നോർത്ത് ഇന്ത്യയിലത്തെ ഒരു സ്വർണം ചെയിന് ചിലപ്പോൾ അത് കേരളത്തിലോ തമിഴ്നാട്ടിലോ സ്വീകരിക്കണം എന്നില്ല. കാരണം നോർത്ത് ഇന്ത്യയിൽ അത്ര ഡിസൈനുള്ള സ്വർണ്ണ ചെയിന് ചിലപ്പോൾ കാണില്ല, ഇപ്പൊ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിസൈൻ ഇല്ലാത്തൊരു പ്ലെയിനായുള്ളത് ചില സമയത്ത് നമ്മൾ ഇവിടുത്തെ കുട്ടികളുടെ കല്യാണത്തിന് ഉപയോഗിക്കുമോ? മനസ്സിലായില്ലേ? അപ്പോ ചിലത് ഓരോരുത്തരുടെ ഇത് അനുസരിച്ചിട്ടാണ് ഓരോന്ന്. ഇപ്പൊ ചെന്നൈയില് അവിടെ വെള്ളി മാരേജിനൊക്കെ വെള്ളി പാത്രങ്ങളൊക്കെ, അപ്പൊ അവിടെ വെള്ളിക്കാണ് ഡിമാൻഡ്. ഈ കേരളത്തിൽ സ്വർണ്ണത്തിനാണ് ഡിമാൻഡ്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് ഡിമാൻഡ്. ഓക്കെ. കസ്റ്റമർ പിന്നെ ലോയാലിറ്റി അനാലൈസിസ്. അത് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ആരും കുറ്റം പറയല്ല, ഓരോരോ കൾച്ചറും മറ്റേ അതനുസരിച്ച് ചില സമയത്ത് കൂടിയിട്ട് അങ്ങനെ വരും. കസ്റ്റമർ ലോയാലിറ്റി അനാലൈസിസ് അത് ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ ഇതാണ് കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കണേ, നമ്മൾ ആരും എല്ലാവരും ഒന്നാണ്. അവരുടെ അതല്ല നമ്മുടെ ഡൈവേഴ്സിറ്റി. നമ്മുടെ ഓരോരോ സ്ഥലത്തും ഓരോന്നാണ്. എല്ലാം ഇന്ത്യക്കാരാണ്, അവരുടെ ഓരോ സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കസ്റ്റമർ ലോയാലിറ്റി പറയണ്ടല്ലോ. കസ്റ്റമർ ഈസ് ലൈക്ക് എ ഗോഡ്. കസ്റ്റമർ ഇല്ലെങ്കിൽ എന്താ കമ്പനി. എന്തിനാ ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കുക മാരുതി പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ ഒന്നല്ല, വേറെ പല ഹീറോ ഹോണ്ടൊക്കെ പറയാം. നിങ്ങൾക്ക് ഒരു ഇത് വിചാരിക്കൂ, കസ്റ്റമർ ലോയൽറ്റി ഇല്ല വിചാരിക്കുക, ആരെ പിന്നെ അവിടെ സാധനങ്ങൾ വാങ്ങുക? അപ്പൊ ലോയൽറ്റി വേണ്ടേ? പിന്നെ വേറൊരു കാര്യം, കസ്റ്റമറുടെ വാല്യൂ കൂടി നോക്കണം. അവരെ നമ്മൾ ബഹുമാനിക്കണം. കസ്റ്റമറെ ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവർക്കും കൊടുക്കണം. അവർക്ക് ഏജൻസി ഇതുണ്ട്, മണി, ഇതൊക്കെ. അങ്ങനെ റെക്കഗ്നൈസിങ് ദ നോൺ പ്രോഫിറ്റബിൾ ആൻഡ് ചില സമയത്തുണ്ടല്ലോ, ചിലപ്പോൾ ലോസ് മേക്കിംഗ് ആണ് വെച്ചാൽ അതെല്ലാം നമ്മൾ ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഹ്യൂജ് ലോസ് ഉണ്ടോ വിചാരിക്കുക. ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് ടാക്സ് ആണ് കൂടി, അയാൾ കിടന്ന് ചക്രശ്വാസം വിടാൻ തുടങ്ങി നമ്മുടെ ഡീലർ. അപ്പൊ നമ്മളെ അറിഞ്ഞ് പ്രവർത്തിക്കണം ചിലത്. അപ്പോൾ നമുക്ക് തന്നെ അത് ഗുണകരമായിട്ട് വരിക പിന്നീട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം ചിലത്. ടു എഫക്റ്റീവ്ലി പ്ലാൻ ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റ്. ബിസിനസ് ആൾവേസ് ചാൻസ് ആണ് കേട്ടോ. അപ്പോ എഫക്റ്റീവ്ലി പ്ലാൻ ആൻഡ് ഇൻക്രീസ്. അൾട്ടിമേറ്റ്ലി ഒരു കമ്പനി ലോസിന് വേണ്ടി പ്രവർത്തിക്കില്ല, പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലേ. പക്ഷെ അത് പിന്നെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്യരുത്. കാശ് ഉണ്ടാക്കണം, അതായത് പണത്തിന് വേണ്ടി ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി പണം വേണം. പക്ഷേ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓർമ്മിക്കണം, ഈ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അതിന്റെ വിഹിതം നമ്മുടെ ജനങ്ങൾക്കും അർഹതപ്പെട്ടാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തർ ചാരിറ്റി ഗീരിറ്റി ഇതൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ കാണുന്ന ഈ ബിൽഡിങ്, ഇത് ഓരോരോ സാധനങ്ങൾ, റെയിൽവേ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, പാലായിക്കോട്ടെ, ആ സ്ഥലങ്ങളെല്ലാം വേറെ ഒരാളുടെ സ്ഥലമാണ്. അത് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങി ശരി, പക്ഷെ അത് അയാളുടെയും കൂടിയാണല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ എന്ത് സമ്പാദിച്ചില്ലെങ്കിലും പക്ഷെ അത് മറ്റു ജനങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഒരു മരം മുറിച്ചാൽ എളുപ്പത്തിൽ മുറിയും ഇല്ലേ? പക്ഷെ ആ മരം മുറിച്ചുകൊണ്ട് എന്തെല്ലാം പ്രത്യാഘാതമാണ്. ലാൻഡ് സ്ലൈഡ്, പക്ഷികൾക്ക് ഒന്നും, കാടൊക്കെ വെട്ടിത്തെളിച്ച മൃഗങ്ങള് ഇതൊക്കെ ഓടിപ്പോവും അല്ലേ. ആനകളെല്ലാം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഉണ്ട്. ഇന്നത്തെ ഞങ്ങൾ വരുമ്പോ പോലും അതെ
പാലക്കാട് ആന വീട്ടിൽ വന്നിട്ട് ഓരോ ചവിട്ടി, കൃഷി സ്ഥലങ്ങളെല്ലാം ചവിട്ടി നിൽക്കണ ആളുകളെ ചവിട്ടി കൊല്ലുക. എന്തുകൊണ്ടാണ് പറയണേ? അണ്ടർസ്റ്റാൻഡ്, because in the forest there is no water and there is no forest. കംപ്ലീറ്റ് നമ്മളെ ഡീഫോറസ്റ്റേഷൻ ചെയ്ത് എല്ലാ മൃഗങ്ങളൊക്കെ നമ്മുടെ പുലിയും എന്താ പറയുക സിംഹത്തിനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇങ്ങോട്ട് വരികയാണ് അവരെന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കണ്ടേ? അതാണ് ഇങ്ങോട്ട് ഇറങ്ങി വരണം. അപ്പൊ ഇതെല്ലാം അത്യാവശ്യമാണ്. അപ്പോ now regular customers and developing loyalty program ഞാൻ പറഞ്ഞു. അനാലിസിസ് ഓഫ് കസ്റ്റമർ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞ ക്വാളിറ്റിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ക്വാളിറ്റി ഇല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു ടാറ്റയുടെ പ്രൊഡക്റ്റ് നോക്കൂ. ഏകദേശം 100ഓളം കമ്പനി ഉണ്ട് ടാറ്റയുടെ. എന്താ പ്രൊഡക്റ്റ് നോക്കൂ. ആരെങ്കിലും കുറ്റം പറയാറുണ്ടോ? കുറ്റം പറയാനല്ല. ദേ ആർ എൻഷുറിങ്. എയർ ഇന്ത്യ അവരുടെ അല്ലേ, ഇപ്പൊ അതാ 2-3 എയർലൈനായി അവരുടെ. കുറ്റങ്ങൾ എല്ലായിടത്തും, പക്ഷെ ഹൗ ദേ ആർ ഫങ്ഷനിങ്. അല്ലാണ്ട് പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല, ജനങ്ങളുടെ സേവനമുണ്ട്. ഞാനൊരു കാര്യം ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ ചോദ്യത്തിന് ഉത്തരം പറയും. നമ്മള് എയർ ഇന്ത്യ ചില സമയത്ത് ഈ കുറച്ച് ഇതിനു മുമ്പേ, ഒരു 6 മാസം മുമ്പേ, നമ്മുടെ ഈ പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് മുമ്പേ എപ്പോഴും എയർ ഇന്ത്യ ലേറ്റ് ആയി എയർ ഇന്ത്യ തെറി വിളിക്കും. വണ്ടി ഇത് ക്യാൻസൽ ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാനേജ്മെന്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ. എയർ ഇന്ത്യയുടെ സേവനം ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഒരു എയർലൈൻസിനും ചെയ്യാൻ പറ്റാത്ത സേവനങ്ങളാണ്. വാർ സോണിൽ പോയി നമ്മുടെ ഭാരതീയരെ പെറുക്കിയെടുക്കലും. വേദട്ടി സദാം ഹുസൈൻ്റെ ഇറാഖിലായിക്കോട്ടെ, ഇറാനിലായിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ആഫ്രിക്കൻ കൺട്രീസ് ആയിക്കോട്ടെ, പാലസ്തീൻ ആയിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും ഇസ്രായേൽ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും കൺട്രി ആയിക്കോട്ടെ, നൈജീരിയ, എവിടെയായാലും പെറുക്കിയെടുക്കുന്നതും നമ്മുടെ ജനങ്ങളെ രക്ഷിക്കുന്നതും അവർ കൊണ്ടുവന്നതും നമ്മുടെ ഇന്ത്യൻ യുക്രൈൻ നമ്മുടെ വാറില് ആരെ ഏത് വാഹന കൊണ്ടുവന്ന് അവിടുന്ന് നമ്മുടെ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് ആലോചിച്ചു. എത്ര ട്രിപ്പ്. വളരെ ഡേഞ്ചറസ് സോണാണ്. ചില സമയത്ത് മിസൈൽ വന്ന് പതിക്കുന്നില്ല, അവർ റിസ്കിലാണ് അതെല്ലാം കൊണ്ടുവരുന്നത്. നമ്മളെ എളുപ്പത്തിൽ ഒരു പ്ലെയിൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ തെറി വിളിക്കുന്നില്ലേ. അവർ ചെയ്യുന്ന സേവനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭൂകമ്പത്തിന്റെ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. മാത്രമല്ല മറ്റുള്ള രാഷ്ട്രങ്ങളിലെ പല പ്രശ്നത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. UNOന്റെ പല കാര്യങ്ങൾ, അതിനെല്ലാം എയർ ഇന്ത്യയാണ്. അതോർക്കൂ. എന്തെല്ലാം ഇതുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ സേവനമാണ്. അപ്പൊ എല്ലാം പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല ചിലതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്. എയർ ഇന്ത്യ ഹെവി ലോസിലാണല്ലോ. പക്ഷെ എങ്ങനെ കുറ്റം പറയും എയർ ഇന്ത്യ? എയർ ഇന്ത്യ ചെയ്യുന്ന സേവനങ്ങൾ ഇതൊക്കെയാണ്. മനസ്സിലായി? പ്രൈം മിനിസ്റ്റർക്ക് പോകാൻ എയർ ഇന്ത്യ പ്ലെയിൻ ഇതാണ് വണ്ണ് ഉണ്ടായിരുന്നു പണ്ട്. എയർ ഇന്ത്യ എന്തോ മഹാരാജ എന്തോ ഏതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ഇത്ര പൈസ കൊടുക്കുമോ? ഇത് അപ്പൊ ഗവൺമെന്റിന് ഫിക്സഡ് റേറ്റ് ഇല്ലേ? അപ്പൊ ഇതൊക്കെയാണ് അവര് സേവനമാണ്. നേരെ പ്രൈവറ്റ് കമ്പനി പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ ഒരാളെയും കൊണ്ട് പോവും അവിടെ, അതിനുള്ള ചാർജ് മേടിക്കില്ലേ പ്രൈവറ്റ്. പക്ഷെ ഇവരത് മേടിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റിന്റെ ഇത് ഷെയർ ഉണ്ടതില്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഈ വാങ്ങലും കൊടുക്കലൊക്കെ ഉണ്ടല്ലോ. അനലൈസ് ഓഫ് കസ്റ്റമർ വാല്യൂ. കസ്റ്റമർ വാല്യൂ നോക്കൂ. എയർ ഇന്ത്യ ഞാൻ പറഞ്ഞു, എന്താ അവരുടെ സ്ലോഗൻ? മഹാരാജ വളരെ ഹമ്പിളായിട്ട് എല്ലാവരെയും സ്വീകരിക്കുന്നു, തൊഴുകുന്നതല്ലേ. കസ്റ്റമറെ റിസീവ് ചെയ്യുന്നതാണ് എയർ ഇന്ത്യയുടെ മഹാരാജ. മനസ്സിലായോ? ഓക്കെ, അവരുടെ ട്രേഡ് മാർക്ക്. നെക്സ്റ്റ്, അനാലിസിസ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അസസിങ് ദ ലെവൽ ഓഫ് കസ്റ്റമർ പറയണ്ടല്ലോ. നമ്മൾ ഓർക്കണം, കസ്റ്റമറുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ പോരാ, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ കൂടി നോക്കണ്ടേ. വിച്ച് ഹെൽപ്സ് ടു പ്ലാൻ ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് മീറ്റിംഗ് ദെയർ നോക്കൂ. അതിന് ഉദാഹരണം പറയട്ടെ. മാരുതി 800 ഉണ്ടാക്കിയ സമയത്ത് ഓരോരുത്തരും വാങ്ങിയായിരുന്നു മാരുതി 800. പക്ഷേ ചില സ്ഥലത്തെ ഉദാഹരണം നമ്മൾ പഞ്ചാബ് ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഡ്രൈവർ ചില സമയത്ത് അവർക്ക് ടർബന് അവര് ഇതുണ്ടല്ലോ, എല്ലാവർക്കും അവർ കുറച്ചും കൂടി ഹൈറ്റ് ഇതാണ്. പക്ഷെ ഇത് മുട്ടും ചില സമയത്ത്. ഈ ചെറിയ കാറായതുകൊണ്ട്, നമ്മളിപ്പോൾ 800 ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറിയ കാറായതുകൊണ്ട് ചിലപ്പോൾ ഈ ടർബനൊക്കെ ഉള്ള സമയത്ത് അത് മുട്ടും. അവരാരും അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇങ്ങനെയായിട്ട് ഇരിക്കേണ്ടി വരും ചില സമയത്ത്. അപ്പോൾ അത് ഡ്രൈവിങ്ങിലൊക്കെ സമയത്ത് അത് റിസ്ക് ആണ് ചില സമയത്ത് അല്ലേ. അപ്പൊ അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവര് എത്രയോ ആൾട്ടോ ഗിൾട്ടോ പറഞ്ഞ പല ഞാൻ പറയുന്നത് ഇവര് നിമിത്തമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ആവശ്യങ്ങളനുസരിച്ച്, ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ച്. ഇപ്പൊ ഇന്നെക്കൂടെ പണ്ട് ലേഡീസിനായിട്ട് സെപ്പറേറ്റ് സ്കൂട്ടറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ഒരു കാലത്ത്. മനസ്സിലായില്ലേ? പണ്ട് ബാക്കിലിരിക്കുക.
പക്ഷെ നോക്കൂ, പിന്നെ ലേഡീസിനും വളരെ സൗകര്യമായിട്ട് ഓരോന്നോരോന്ന് വന്ന് മോപ്പഡ് വന്നു, മറ്റേത് ഒരു കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ സ്കൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, പിന്നിലിരിക്കുക, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതല്ല, ഇപ്പൊ ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി ഓരോന്നോരോന്ന് ചെയ്യുന്നു, അല്ലേ? സോ കൺട്രോൾ ഓഫ് ലോജിക് കോസ്റ്റ്, കണ്ടിന്യൂസ് അനാലിസിസ്, ഓക്കെ, ഓഫ് ഫൈനാൻഷ്യൽ റിസർച്ച് അസിസ്റ്റഡ് ബൈ ഇന്റഗ്രേറ്റഡ്. ഇപ്പൊ IT സോഫ്റ്റ്വെയർ ഉണ്ട്, അലൗസ് ടു എഫക്റ്റീവ്ലി മാനേജ് കോസ്റ്റ്. കമ്പനിയുടെ പൈസ എത്ര പോണു, എത്ര വരണു എന്നൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് അറിയും. IT സോഫ്റ്റ്വെയറിൽ വാങ്ങലും കൊടുക്കലും എത്ര വരുന്നുണ്ട്, റവന്യൂ, ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മുടെ റവന്യൂ റെക്കോർഡ് തിരുവനന്തപുരത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ കലക്ടറേറ്റില് ഒരു ദിവസത്തെ എന്താണ് കളക്ഷൻ, റവന്യൂ കളക്ഷൻ, അവർക്ക് ഒരു മിനിറ്റ് കൊണ്ട് അറിയും. സോഫ്റ്റ്വെയർ ഉണ്ടേ, അതിലാണ് പോണത്, ഒറ്റ അക്കൗണ്ടിലാണ് പോണത്, ഓരോരോ കോഡിലാണ് അത് പോകുന്നത്. അപ്പൊ ഓരോരോ കോഡിൽ എത്ര പൈസ അവർക്ക് അറിയില്ലേ? മനസ്സിലായോ? സോ അതേമാതിരി GST സെൻട്രൽ ഗവൺമെന്റിന് ഒരു ദിവസത്തെ ഇൻകം എത്ര പെട്ടെന്ന് കിട്ടില്ലേ ഫൈനാൻസ് മിനിസ്റ്ററിൽ. സോ ക്വാളിറ്റി പ്രൊഡക്ട്സ് പറഞ്ഞു, മോണിറ്ററിങ്, അത് ഞാൻ എഗെയിൻ പറയുന്നില്ല, ക്വാളിറ്റി പറ്റി ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇൻപുട്ട് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻപുട്ട്. The inputs are data needed for planning and operating logistics system obtained from sources like customer. നോക്ക്, ഇൻപുട്ട് എന്താണ്? കസ്റ്റമറിൽ നിന്ന് ഇൻപുട്ട് കിട്ടണം, അവര് പറഞ്ഞുതരും ചിലത്, അല്ല ഇതിങ്ങനെ വേണം, ഇതിങ്ങനെ വേണം, അത് നമ്മൾ സ്വീകരിക്കണം, അതനുസരിച്ച് ചെയ്യണം. ചിലപ്പോൾ ആ കസ്റ്റമർ അതിങ്ങനെ ചെയ്തുകൂടെ, അത് ഇത്തരത്തിൽ ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നോക്കണം, അത് അസസ് ചെയ്യണം. കമ്പനി പേഴ്സണൽ, കമ്പനി റെക്കോർഡ്, കമ്പനിയിൽ ആള് വേണ്ടതൊക്കെ പ്രോപ്പറായി ചെയ്യാൻ. അതേമാതിരി കമ്പനി റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഡാറ്റാബേസ്, ഇതൊക്കെ നമ്മുടെ ഇപ്പം അറിയാലോ, IT ഡാറ്റാബേസും, ഓരോരുത്തരുടെ ഡാറ്റ, വെൻഡേജ് ഡാറ്റ, കസ്റ്റമർ ഡാറ്റ, പ്രൈസ് ഡാറ്റ, കോമ്പറ്റീറ്റേഴ്സിന്റെ ഡാറ്റ, ഇൻവെന്ററി ഡാറ്റ, മനസ്സിലായി, ഓഡിറ്റിങ്ങിന്റെ ഡാറ്റ, പോരെ. ഔട്ട്പുട്ട്സ്, ദി ഔട്ട്പുട്ട്സ് ഓഫ് എ ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം ഇൻക്ലൂഡ് സമ്മറി റിപ്പോർട്ട്സ് ഓഫ് കോസ്റ്റ് ഓർ പെർഫോമൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്. വേണ്ടേ? അതായത് നമ്മൾ ചെലവാക്കുന്നതിന്റെ ഒരു മാനേജ്മെന്റ് അറിയണ്ടേ, എത്ര പൈസ പോയി ഒരു ദിവസം, ക്യാഷ് ഫ്ലോ എത്ര പോയി, എത്ര വന്നു, പെർഫോമൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് വേണ്ടേ, അത് റിവ്യൂ ചെയ്യണ്ടേ. സ്റ്റാറ്റസ് റിപ്പോർട്ട്സ് ഓഫ് ഇൻവെന്ററി, എത്ര സാധനം കെട്ടിക്കിടക്കണ്ട അറിയണ്ടേ. പൈസ ബ്ലോക്കാണ്, ഈ സാധനങ്ങള് ഗോഡൌണിൽ കിടക്കുമ്പോണ്ടല്ലോ, ആ മണി അത് വിറ്റാലല്ലേ കാശ് കിട്ടൂ. അപ്പോ ഇൻവെന്ററി ഓർ ഓർഡർ ഇൻ പ്രോഗ്രസ്. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, ഇപ്പൊ നമ്മളെ ലാർസൻ ട്യൂബ്രോ ഒക്കെ നോക്കുക, LNT ഓർഡർ കുറെ അവരുടെ ഇതുണ്ട്, നമ്മുടെ പർച്ചേസ് ഓർഡർ, അവരുടെ ഓർഡർ ബുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടു. ഇന്നലെയും കണ്ടു, എന്തോ വലിയ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒക്കെ ഓഫീസസ് എല്ലാം അതിന്റെ കോൺട്രാക്ട്, അതേമാതിരിയുള്ള പല ഓഫീസിന്റെ ഒക്കെ കോൺട്രാക്ട് ലാർസൻ ട്യൂബ്രോ ആണ്. അപ്പൊ അവരുടെ ഓർഡർ ബുക്ക് 4-5 കൊല്ലത്തിന് നിറഞ്ഞിരിക്കണം. അതായത് തീരാൻ പറ്റാത്ത അത്ര ഓർഡറാണ് ഇവർക്കെല്ലാം കൂടെ. അത് എന്തുകൊണ്ട്? ബെസ്റ്റ്, അതായത് പ്രൊഫഷണലിസം ഇൻ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, എയർപോർട്ട് ആയിക്കോട്ടെ, നാഷണൽ ഹൈവേ ആയിക്കോട്ടെ, പാലം പണിയിലായിക്കോട്ടെ, അവരുടെ ക്വാളിറ്റി, ഏത് ടവർ ബിൽഡിംഗ് ആയിക്കോട്ടെ, നമ്മുടെ ബോംബെയിലെ മുനിസിപ്പൽ കൗൺസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അവരാണ് ചെയ്യുന്നത്. ഓരോന്നും അവരാണ് ചെയ്യുന്നത്. റോക്കറ്റ്, റിയാക്ടർ, ഇതെല്ലാം ലാർസൻ ട്യൂബ്രോ ഉണ്ടാക്കുന്നത്. അപ്പോ എഞ്ചിനീയറിംഗ് നമ്പർ 1 ആണ്. അപ്പൊ എന്താ പറയുന്നത് വെച്ചാ, അവർക്ക് ഒരു ഇതുണ്ട്, അവർ ക്വാളിറ്റി, അവരുടെ ഡെലിവറി ഇതൊക്കെ നോ കോംപ്രമൈസ്, മനസ്സിലായില്ലേ? അപ്പോ സ്റ്റാറ്റസ്, സമ്മറി, പെർഫോമൻസ്, ഇതൊക്കെ നമ്മൾ നോക്കാം. പിന്നെ ലോജിസ്റ്റിക്സ് അബൌട്ട് മാനേജിങ് മെറ്റീരിയൽ ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോ. എത്ര സാധനം ഉണ്ട്, എന്തെല്ലാം ഉണ്ട്, ആ ഇൻഫർമേഷൻ അറിയണം. ചിലത് ഉണ്ടാവില്ല, അപ്പൊ ഉണ്ടാക്കണം. വിത്തിൻ എ ലോജിസ്റ്റിക് സിസ്റ്റം, അതൊക്കെ എല്ലാം ഡാറ്റ പറയും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ പറയല്ലോ, ഇത്ര കൊടുത്തു. അപ്പൊ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ പോയി നോക്കൂ, സ്റ്റോക്ക് എത്ര പോയി, എത്ര വന്നു, ബാക്കി എത്ര. അവർക്ക് കമ്പ്യൂട്ടർ നോക്കി അറിയാം അത് സ്റ്റോക്ക് ഉണ്ടോന്ന്. സെപ്പറേറ്റ് ദ പ്രോസസിങ്, അപ്പൊ അതന്നെയാണ് ഇതും. ഫൈനലി ടു ദ കസ്റ്റമർ. സോ ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽ, ഇതെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഗുണങ്ങളാണ്. ഫ്ലോ ഇൻ മെറ്റീരിയൽ, നിങ്ങളെ ഏതാണ് വിൽക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത്, എപ്പോഴാ പോകുന്നത്, ആഴ്ചയിൽ പോകുന്നുണ്ടോ, മാസത്തിൽ പോകുന്നുണ്ടോ, പ്രൊഡക്റ്റ് മൂവ്മെന്റ്. പിന്നെ ഇൻഫർമേഷൻ ഫ്ലോ പറഞ്ഞു, ഫൈനാൻഷ്യൽ ഫ്ലോ, കൊടുത്താ പോരാ, കാശ് കിട്ടുന്നുണ്ടോ,
അതിന്റെ ഡാറ്റ വേണ്ടേ? അതും ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതും നമ്മുടെ IT മുഖാന്തരം സോഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? വാങ്ങി വെണ്ടർക്ക് കാശ് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഫൈനാൻസ് ഫ്ലോ. Information is the link connecting the physical flow of foods within all logistic activities given below. Movement and transport, warehousing and storage, industrial packaging, stock control, demand, എത്ര ഡിമാൻഡ് ഉണ്ട്, പ്രൊഡക്ഷൻ പ്ലാനിങ്. ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഡിമാൻഡ് ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കി കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിലാണ് വേണ്ടത്, അല്ലെങ്കിൽ ഗോഡൗണിൽ കിടക്കും. പ്രൊഡക്റ്റ് പർച്ചേസ്, അപ്പൊ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. നമുക്ക് സാധനങ്ങൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ സാധനങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഈ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ ഈ 130-135 കോടിക്ക് മരുന്ന് വേണം, ഇഞ്ചക്ഷൻ. അപ്പൊ ബൾക്ക് ഓർഡറാണ്, പർച്ചേസ് ഓർഡറാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹെൽത്ത് മിനിസ്റ്റർ ചെയ്തത്. അപ്പൊ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഓർഡർ. കസ്റ്റമർ സർവീസ് പറഞ്ഞു, വെയർ ഹൗസ് പറഞ്ഞു, ഇതിന്റെ ലൊക്കേഷൻ, റെയിൽവേ ഇതിന്റെ യാർഡ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ബസ് ടെർമിനൽ, ട്രക്കിന്റെ അങ്ങനെയുള്ള ഓരോ ലൊക്കേഷൻ ആക്കി. അതേമാതിരി ഈ സാധനങ്ങൾ കയറ്റി അയക്കുന്ന ചില ഗൂഡ്സിന്റെ ചില ലൊക്കാലിറ്റി, നമ്മുടെ ട്രക്കിന്റെ വേറെ പ്രത്യേകിച്ച് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അങ്ങനെയുണ്ട്. പ്രൊവിഷൻ, സ്പെയർ പാർട്സ്, ആഫ്റ്റർ സെയിൽ, പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ്, പിന്നെ കളക്ഷൻ, ഡിസ്പോസൽ, വേസ്റ്റ് പാടില്ല, പിന്നെ ഓരോ സാധനങ്ങള്. പിന്നെ നോളജ് ബേസ്ഡ് എക്കോണമി, നോളജ് നോളേജ്, നമ്മുടെ ഏറ്റവും കൂടുതൽ IT മുഖാന്തരം നമ്മുടെ ടെക്നോളജിക്കൽ റെവല്യൂഷൻ, നമ്മുടെ കൂടുതൽ നോളജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്സസ് ടു ഇൻഫർമേഷൻ, റിയൽ ടൈം, നമ്മൾ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ഇത് കിട്ടുന്നു. അലൗ ദ മാനേജേഴ്സ് ആൻഡ് ലോജിസ്റ്റിക് ടു ഷെയർ ഡാറ്റാബേസ്, എല്ലാവർക്കും ഈ ഡാറ്റാബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ളവർക്ക്, താഴെ നിന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക്. facilitate management of several kinds of e-logistics, electronic logistics. അപ്പോ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻ ഇമ്പോർട്ടന്റ് എനേബിൾ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് IT. കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. കമ്പ്യൂട്ടറിൽ ഓരോ ഇൻഫർമേഷൻ കിട്ടില്ല, ഓരോന്ന്. ലോജിസ്റ്റിക് ഇൻഫർമേഷൻ, സാധനങ്ങളുടെ എക്സ്റ്റേണൽ എവിടുന്നാണ്, ഇന്റേണൽ എവിടുന്നാണ്, പർച്ചേസ് എവിടുന്നുണ്ട്, പ്രൊഡക്ഷന്റെ സ്റ്റാറ്റസ് എന്താണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫൈനാൻസ് എവിടുന്നാണ് കിട്ടുന്നത്, ബാങ്കിൽ നിന്ന് കിട്ടും, അവിടെ ഉണ്ടോ കാശ്, ലോൺ എടുക്കണോ, മറ്റേത് എടുക്കണോ, മാർക്കറ്റിംഗ് ഡൊമസ്റ്റിക് ആണോ ഇന്റർനാഷണൽ ആണോ, അതൊക്കെ. പിന്നെ ഇൻഫർമേഷൻ പ്രോസസിങ്, ഓർഡർ പ്രോസസിങ്, പിന്നെ വെയർ ഹൗസിംഗ് ഉണ്ട്, ഇൻവെന്ററി മാനേജ്മെന്റ് ഉണ്ട്. ഇത് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയാണ്, നമ്മളെ കുറെ പറയുന്നതാണ് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ട്. ഓക്കെ. ഇനി ഓപ്റ്റോമാറ്റിക് ലോജിസ്റ്റിക് ഇൻഫ്ലോ, മാനേജിങ് മാസീവ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ. വലിയ വലിയ ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാനേജ് ചെയ്യണം. വലിയ കൂടുതൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ BHEL ഇതേമാതിരിയുള്ളത്. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ, നമ്മുടെ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ ഉണ്ടല്ലോ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, മാസീവ് ഡാറ്റ. ISRO, ഇതിനൊക്കെ ട്രാൻസ്ഫോമിംഗ് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ, അല്ലെ? ISRO നോക്കൂ, ഇൻഫർമേഷൻ, ആന്റിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്, അണ്ടർസ്റ്റാൻഡിങ്, പ്ലാനിങ്, പിന്നെ റീകൂപ്പിംഗ്, മാനേജ്മെന്റ് അക്കൗണ്ട് ഫംഗ്ഷൻ, ട്രാക്കിംഗ് പ്രൊഡക്ടിവിറ്റി, അതൊക്കെ ഓരോന്ന് എന്താ ചെയ്യണത്. ഫോസ്റ്ററിങ് കൊളാബറേഷൻ, ചില സമയത്ത് കൊളാബറേഷൻ വരും. പിന്നെ നമ്മുടെ ഇന്റർനെറ്റ് ഉണ്ട്, പിന്നെ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക് ഡാറ്റ, പിന്നെ ഓരോരോ കമ്പനിയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോഴേ പോർട്ടൽ ഉണ്ടാവും അവരുടെ, അല്ലേ? പോർട്ടല് നമുക്ക് എന്തെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന ആ കമ്പനി എന്താണെന്ന് ആ പോർട്ടലിൽ നോക്കി അറിയാം. അതേമാതിരി ഇന്റർനെറ്റ് ഉണ്ട്, ഇൻട്രാനെറ്റ് ഉണ്ട്. ഇന്റർനെറ്റ് ഔട്ട്സൈഡ്, ഇൻട്രാനെറ്റ് ഉള്ളില്, ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റേ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, അങ്ങനെ പോകുന്നു. ഇന്റർനെറ്റ് ഫ്ലെക്സിബിലിറ്റി, ട്രാൻസ്പെറൻസി, ഇന്റർപെറബിലിറ്റി വിത്ത് കസ്റ്റമേഴ്സ് ഓൺ സിസ്റ്റം, എഫക്റ്റീവ് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ ഫ്ലോ, എലിമിനേറ്റ് ഇൻഎഫിഷ്യൻസി, പർട്ടിക്കുലർലി എക്സസീവ് ഇൻവെന്ററി ലെവൽ, എക്സസീവ് ഇൻവെന്ററി പാടില്ല, ഇന്റിഗ്രേഷൻ, ഡാറ്റ മുഴുവൻ ഇന്റിഗ്രേറ്റ് ചെയ്യണം, ബ്രേക്ക് ഡൗൺ പാടില്ല, സിഗ്നിഫിക്കന്റ്, ഇങ്ങനെയൊക്കെയുള്ള ഇന്റർനെറ്റിന്റെ ബ്രേക്ക് ഡൗൺ വളരെ നമ്മൾ സൂക്ഷിക്കണം. ഇന്റർനെറ്റിൽ ബ്രേക്ക് ഡൗൺ പറ്റില്ല. അപ്പൊ നമ്മുടെ വർക്ക് നിൽക്കും. IT ഇന്റർനെറ്റിൽ നിന്ന് IT എല്ലാവരും പുറത്തേക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഒരൊറ്റ കുട്ടി ഒരു 10,000 ആളുകളെ 20,000 ആളല്ല ജോലി ചെയ്യുന്നത്. ഓക്കെ. നൗ കൺക്ലൂഷൻ. Transportation, inventory, warehousing, material handling and packaging, and often security information is basic to decision making. A manager relies on an information system to make decision. എല്ലാം മാനേജർ ഇതിനെ പറ്റി ഇൻഫർമേഷൻ അനുസരിച്ചിട്ടല്ലേ പ്രവർത്തിക്കൂ. The information so collected is integrate, consolidate ചെയ്യണു ആ സിസ്റ്റത്തില്, മേ ബി ഇൻ ദ ഫോം ഓഫ് കമ്പ്യൂട്ടർ, ഡിസ്ക്, കാൽക്കുലേറ്റർ, ഫയൽസ്, അങ്ങനെ പോകുന്നു. അങ്ങനെ
technology, the manner to collect, receive, process, and analyze this information. Using information more effectively is the single most important. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യണം. Logistic is an information based on material movement across the supply chain, and hence information is a major factor for enhancing information ആണ് ഏറ്റവും പരമപ്രധാനം ഇന്ന് because of the technological revolution taking place around the world. Thank you very much.